നമ്മൾ സിനിമ എടുക്കുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ടോ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമല്ലല്ലോ. ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ആമസോൺ എന്ന ഇന്ത്യൻ കമ്പനികളല്ലല്ലോ, അല്ലെങ്കിൽ മലയാളി കമ്പനികളല്ലല്ലോ. സിനിമ എന്ന് പറയുന്ന ഒരു വിഷ്വൽ ലാംഗ്വേജ് അല്ലേ. ഭരത് ഗോപി എന്ന് പറയുന്ന മഹാനും നെടുമുടി വേണു എന്ന് പറയുന്ന രണ്ട് മഹാന്മാരാണ് നമ്മളുടെ സീനിയേഴ്സ്. അതായത് കാവൽ സാറിന്റെ അവിടെ സിനിമയിൽ വന്ന് സിനിമ അവര് പിടിച്ചെടുത്ത്. തിയേറ്റർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ സ്പേസ് കുറവാണ്. ഞാൻ കണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ മലയാള സിനിമയിൽ കണ്ടിരിക്കുന്ന കാര്യം എനിക്ക് ഓപ്പണായിട്ട് പറയുന്ന മടിയൊന്നുമില്ല. ഇവിടെ ഒന്നും ശരിയും ഇല്ല, ഒന്നും തെറ്റുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ ശരി വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ തെറ്റാണ്, അവിടുത്തെ തെറ്റ് ഇവിടെ ശരിയാണ്. അത് ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളിൽ വ്യത്യാസമുണ്ടല്ലോ. ചില വിഷയത്തിന്റെ ബാർ വെച്ചിട്ടുണ്ടല്ലോ ഗവൺമെന്റ്. ആ ബാർ കടന്നു പോകുമ്പോൾ അതേ ആയി പോകുന്നു, യു കെ ആവുന്നു, യു ആവുന്നു. വേണ്ടത്ര സിനിമകളിൽ സജീവമാകാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് സ്വയം തോന്നുന്നു. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുള്ളൂ. നല്ല കഥാപാത്രം കിട്ടാറുണ്ട്, ചെയ്ത കഥാപാത്രം കൈയ്യടി വാങ്ങിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല, ഇതുവരെ അത് വന്നിട്ടില്ല. ചിലപ്പോൾ ഇനി ഭാവിയിൽ വരുമായിരിക്കും, എനിക്ക് അറിയത്തില്ല, വരുമോ ഇല്ലേന്ന് അറിയത്തില്ല. പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് ഇല്ല. ഇങ്ങനെ പറയാം, ഓ അപ്പൊ ഈ അത് ബോറല്ലേ, അങ്ങനെ പറയണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. എനിക്കാണെങ്കിലും ചേട്ടാ അത് നല്ല കാലമാണെന്ന് എനിക്ക് തിരിച്ചു പറയാൻ പറ്റും. അതിപ്പോ അങ്ങനെ ഒരു ചോദ്യം വന്നാലേ നമ്മുടെ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മുന്നിലേക്ക് ഞാൻ കൂടുതൽ വിസിബിൾ ആയില്ല എന്ന് ഞാൻ പറയണം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്ത് വിവാദമല്ല. ഓൾറെഡി എന്റെ അടുത്ത് കനി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്റെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തീരുമാനിച്ച് ചെയ്തതാണ് സിനിമ. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. 3 അല്ല വില്ലന്മാരെ പോലെ ഇരിക്കണം. അപ്പോൾ നിങ്ങളോർക്ക് ഈ സിനിമയിൽ നായികമാരൊന്നുമില്ല, അതൊക്കെ പുറകെ വരും. അതെ, സിനിമ ഞാൻ കണ്ടിരുന്നു, ഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം ബിഗ് സലൂട്ട്. ബിരിയാണി പോലെയൊക്കെ ഒന്ന് പോയി ഒന്ന് തിരഞ്ഞൊക്കെ നോക്കി, പക്ഷെ അതൊന്നും അല്ല ഈ സിനിമ. അതിനപ്പുറത്തേക്ക് രണ്ടും 2 രീതിയിലുള്ള യാത്ര എന്നാണ് എനിക്ക് തോന്നിയത്. രണ്ടും 2 രീതികൾ. ഗംഭീരമായിട്ടുള്ള മേക്കിംഗ്, സബ്ജക്റ്റ് എല്ലാം കൊണ്ടും നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു സിനിമ. അതാണല്ലോ ഇത്രമാത്രം അവാർഡുകൾ കിട്ടുന്നത്. അങ്ങനെ അവാർഡ് ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇതിനൊക്കെ വലിയ കുറെ ഫെസ്റ്റിവൽസിനൊക്കെ കിട്ടിയതാണ്. അതെ അതെ അതെ. അപ്പൊ എന്നിട്ട് വേണ്ട, ഇതൊരു അവാർഡ് പടമായിപ്പോ ആൾക്കാർ കാണില്ല എന്ന് പറഞ്ഞിട്ടാണ്. ആളുകൾ കാണും ഈ സിനിമ. അതെ, ഇത് കാണേണ്ട പടമാണ്, കാണേണ്ട സിനിമ. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. രസം എനിക്ക് എൻ്റെ ക്യാരക്ടർ ഒരു വാർഡ് മെമ്പർ എന്ന് മാത്രമേ അറിയാവൂ. ബാക്കി നിങ്ങളിത് കണ്ടു, സംവിധായകൻ എന്ന് പറയുമ്പോഴേ അല്ലെ എന്നോട് പറഞ്ഞൊരു ക്യാരക്ടർ വെച്ചിട്ട് ആ ക്യാരക്ടർ സജിൻ ബാബു പറഞ്ഞിരുന്നു. അത് നമ്മളത് അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് എന്നോട് ഇന്ന് പൂർണ്ണമായൊരു കഥ നിങ്ങൾ കണ്ടവർ പറയുന്നു, രസകരമായി സംവിധായകൻ സംസാരിക്കുന്നു, ഇതിൻ്റെ കാര്യങ്ങളെ അവാർഡ് കിട്ടിയ പുള്ളി ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. എൻ്റെ അടുത്ത് ഇതിൻ്റെ മുഴുവൻ ഒരു കഥയും അറിയില്ല. ഞാനിത് കണ്ടു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യമായിട്ട് ഈ സിനിമയുടെ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത്. ഇനി സംവിധാനം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, ഞാൻ 2 പ്രാവശ്യം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് അവിടുത്തെ ആ ധൈര്യമായിട്ട് ചോദിക്കുക, ഞാൻ പറയും. ചോദിച്ചോ. ഇനിയും ആ സിനിമ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. ഇതിക്കുള്ള എനിക്ക് പറയാനല്ലോ. ഒറ്റ കാര്യം ഇതൊരു ആർട്ട് സിനിമയായിട്ട് തോന്നിയോ? ഇല്ല, ഒരിക്കലും ആർട്ട് ഫിലിമായിട്ട് ഒരിക്കലും തോന്നില്ല. അതെങ്ങനെയാണ് അതങ്ങനെ പറയാൻ പറ്റുന്നത്? അല്ല, പൊതുവേ ഞാൻ എൻ്റെ മുൻകാല സിനിമകൾ ഇപ്പോൾ ആദ്യത്തെ പടം, 2ാമത്തെ പടം, 3ാമത്തെ പടം ഒക്കെ ഈ ഫെസ്റ്റിവൽസിൽ ഒക്കെ പോയതുകൊണ്ടും അവാർഡുകളൊക്കെ കിട്ടിയതുകൊണ്ടും സിനിമയൊക്കെ ഫെസ്റ്റിവലിൽ പോയിട്ട് വാരിക്കോരി കിട്ടും. അതുകൂടെ പോകണമല്ലോ അല്ലേ? അതിനും പോകണം, പ്രേക്ഷകർ ഏറ്റെടുക്കണം. അല്ല, ഇത് ശരിക്കും ഒരു പ്രേക്ഷകരുടെ ഒരു പടമായിട്ടാണ് കുറച്ചെങ്കിലും നമ്മളൊരു ഡിസൈൻ ചെയ്തത്. ഇതെന്നു വെച്ചാൽ ഇതിന് ചില സമയത്ത് സൈലന്റ് ഒക്കെ വരുമ്പോഴാണ് ഈ അവാർഡ് പടം പഴയ ഇത് തോത്ത് കിടക്കണോണ്ടാണ് അവാർഡ് പടം. അതെ, മലയാളത്തിൽ അങ്ങനെ ഒരു തോന്നലുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളത്തിൽ മാത്രമേ അങ്ങനെ ഒരു അവാർഡ് പടം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫെസ്റ്റിവലിൽ പോകുന്ന പടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിനിമയില്ല കേട്ടോ. അങ്ങനെ സിനിമയുണ്ടോ? അവാർഡ് സിനിമ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സിനിമ, അങ്ങനെ ഒരു സിനിമയില്ല എൻ്റെ കാഴ്ചപ്പാടിലില്ല. അല്ല, ആരുടെ കാഴ്ചപ്പാടില്ല. ഒരു സിനിമ ഉണ്ടാവുന്നു, ആ സിനിമ എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തുന്നു. അത് ഏത് റൂട്ടിലേക്കാണ്, ഏത് തരത്തിലാണ് മനുഷ്യന്മാർക്ക് എത്തേണ്ടത്, ആ സ്ഥലത്തിലേക്ക് എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ പിന്നെ നമ്മൾ ഓരോ സൗകര്യം അനുസരിച്ച് ഓരോ പോക്കറ്റുകൾ ഉണ്ടാക്കി, ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന പോക്കറ്റുകൾ. അത്രേ ഉള്ളൂ.
പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ എല്ലാവരും ഒരു ടീം എഫേർട്ട് ഉണ്ടായിരുന്നു. ഇപ്പം ആക്ടിംഗ് ഒക്കെ എല്ലാവരും റിമയുടെ ഒക്കെ പെർഫോമൻസ് നന്നായിട്ട്, ബാക്കി എല്ലാവരും ഈ പെർഫോമൻസിലാണ് ഞാൻ കൂടുതൽ. അല്ല, പെർഫോമൻസ് പഞ്ചായത്ത് മെമ്പറിന്റെ ആണെങ്കിലും ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന സാധനങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മളൊരു പഞ്ചായത്ത് മെമ്പറെ കാണുന്ന എന്തെങ്കിലും അടിച്ചു മാറ്റുന്ന പഞ്ചായത്ത് മെമ്പറെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ സിനിമയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ ഇതല്ല, ഇത് നന്മയുടെ പഞ്ചായത്ത് മെമ്പർ ആക്കിയിട്ടുണ്ട്. നന്മയല്ലേ ഇയാള് പിന്നെ ഒരു ഇതാക്കിയിട്ട് പിന്നെ പുള്ളിയുടെ ഇത് കൊണ്ട് മാറ്റിയതാണ്. ഞാൻ ചെയ്തിട്ട് നടത്തില്ല. ആ സ്ഥലം മുഴുവൻ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ബിനാമിയാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഞാനത് കണ്ടോണ്ടിരുന്നപ്പോൾ ഇതിങ്ങനെ പോകുന്ന എനിക്ക് സംശയം തോന്നിയ ആളാണ്. കൃത്യമായിട്ട് പറഞ്ഞു. അല്ല, അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരിക്കലില്ല. ഞാനിത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഞാൻ ചിന്തിച്ച അങ്ങനെയാണല്ലോ ഇവിടെയൊക്കെ നടന്നു വരുന്നത്, അങ്ങനെയാണല്ലോ. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു അത്. അതാണ് ആ സ്ക്രിപ്റ്റിന്റെ ഡയറക്ഷന്റെ ഒരു എടുക്കുന്ന ഞങ്ങാണ്. പിന്നെ എഡിറ്റർ അതാ ഞാൻ പറയാം. പിന്നെ അത് ഇടയ്ക്ക് തൂക്കിയ സാധനങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്ന തൂക്കിയ സാധനങ്ങളുണ്ട്, അത് ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ് മെയിനായിട്ട്. അത് കുറച്ച് ട്രയൽ ആൻഡ് എറർ ഉണ്ട്. കാരണം ചേട്ടന് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പറയുന്ന പോലെ അത് എത്രത്തോളം എനിക്ക് കണക്ട് ആവുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റിങ്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ ബാക്ക് ആൻഡ് ഫോർത്ത് ഇന്നതിന് ഇരുന്നോട്ടെ, പകരം ഇത് നമുക്ക് ഒഴിവാക്കാമെന്നുള്ളൊരു ട്രയൽ ആൻഡ് എററിൽ നമുക്കിങ്ങനെ അറൈവ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഒരു കോമ്പാക്ട് ഷേപ്പിൽ ഇങ്ങനെ എത്തിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ പറയുന്ന പോലെ ഈ ടീം എഫേർട്ടെന്ന് ചേട്ടൻ പറഞ്ഞത് അത് നമ്മൾ കുറച്ച് ടെസ്റ്റ് സ്ക്രീനിങ്സ് പോലെ നമ്മൾ കുറച്ച് പേരെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനിടെ കാണിക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ എത്തിയ. അപ്പോൾ എനിക്ക് തോന്നുന്നത് രസമുള്ളൊരു പരിപാടിയായിരുന്നു. കാണുന്ന ആൾക്കാർക്കും രസമായിട്ട് തോന്നുന്നുകൊണ്ട്. അല്ല, എന്തായാലും നമ്മളൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് പടം ചെയ്തത്. ഞങ്ങൾ ഇത്ര കുറെയൊക്കെ നമ്മൾ വീണ്ടും വർക്ക് ചെയ്യും, വീണ്ടും കാണും. എന്നിട്ട് ഞാനിപ്പോ അവിടെ പോയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ് ലാസ്റ്റ് ഒരു 20 minutes തൂക്കിയതില്ലേ, കുറെ രസമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. തൂക്കി. അപ്പൊ അത് പെട്ടെന്ന് എല്ലാം ലോക്ക് ചെയ്ത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ 2 മണിക്കൂർ സംതിങ് ഉണ്ടല്ലോ. 2 മണിക്കൂർ 3 മിനിറ്റ് പിക്ചർ ടു പിക്ചർ സിനിമേന്റെ ഇത് ബാക്കിയുള്ള ഈ ടൈറ്റിൽസും ബാക്കിയുള്ള പരിപാടികളും ടൈറ്റിൽ തന്നെ ഒരു വേറെ രീതിക്കാണ് എന്തായിട്ട് ടൈറ്റിൽ പോകുന്നുണ്ടല്ലോ. ഈ ബിരിയാണിക്ക് ശേഷമാണ് ഒരു സിനിമ വരുന്നത്. ബിരിയാണി വലിയ ചർച്ച ചെയ്യപ്പെട്ടു, വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു, വലിയ രീതിക്ക് അതിന് ശേഷമുള്ള അതിലെ ആളുകളുടെ സംസാരം അതൊക്കെ താങ്കൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഞാനൊന്ന് വിളിച്ചിരുന്നു, എനിക്ക് തോന്നുന്നു ഈ ആ വിവാദം ഉണ്ടായപ്പോൾ തോന്നി. പക്ഷേ അതൊന്നും അല്ല. നമ്മൾ ഒരു ഡയറക്ടറിൻ്റെ ആണ് ഈ സിനിമ അല്ലേ. അതിൽ അഭിനയിക്കാൻ വരുന്നവർ ആ സ്ക്രിപ്റ്റ് കേട്ടിട്ട് വരുന്നവർ തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റമില്ല അല്ലേ. അത് ഇഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. നമ്മൾ ബലമായിട്ട് പിടിച്ച് അഭിനയിപ്പിക്കാനൊന്നും ആർക്കും കഴിയില്ല, ഈ ലോകത്ത് കഴിയില്ല. ആ വിവാദം ഉണ്ടായപ്പോൾ എന്താ തോന്നിയത്? അതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടിലേക്ക് പോകും. ഇല്ല, വിവാദമൊന്നും ഞാനായിട്ടൊരു വിവാദം ഉണ്ടാക്കിയിട്ടില്ല. എനിക്കൊക്കെ വന്നിട്ടുള്ള തെറികളും മെസ്സേജുകളും ബിരിയാണിയുടെ സമയത്ത് വന്നാൽ എവിടെയെങ്കിലും ഞാനൊരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിരുന്നെങ്കിൽ അത് വലിയ വിവാദം. ഞാൻ ഒരിടത്ത് ഷെയർ ചെയ്തിട്ടില്ല. ആ രീതിയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. ഇതൊന്നും നമ്മളായിട്ടൊരു വിവാദം ഒരു സിനിമയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനേ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ ആ വിവാദങ്ങൾ നമ്മുടെ പിന്നാലെ വന്നിട്ട് എന്നിട്ട് നമ്മളൊരിടത്തും പ്രതികരിച്ചിട്ടില്ല. ഒരു തരത്തിലും പ്രതികരിക്കുകയോ അതൊരു വിവാദമായിട്ട് പോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുമില്ല. പിന്നെ നമ്മളൊരു സിനിമ ചെയ്തു കഴിഞ്ഞു, അതവിടെ തീർന്നു. പിന്നെ ഇനി അടുത്ത പരിപാടി ഇപ്പോൾ ഓൾറെഡി ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമ, ഞാൻ ഇപ്പോൾ ബിരിയാണി കഴിഞ്ഞിട്ട് ഒരു പക്കാ കമേഴ്ഷ്യൽ ത്രില്ലർ പരിപാടിയൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടി, അഡ്വാൻസ് കിട്ടി. അജയൻ ചാലിശ്ശേരി ആയിരുന്നു പ്രൊഡക്ഷൻ ഡിസൈനർ. ഞങ്ങൾ 3 മാസം, അപ്പു എഡിറ്റർ, പ്രശാന്ത് ക്യാമറ എല്ലാം ഫിക്സ് ചെയ്ത് ഞങ്ങളൊരു 3 മാസം ഫുൾ ചെന്നൈയിൽ പോയി ലൊക്കേഷൻ ചെയ്ത് 3D ഇത് ചെയ്ത് എല്ലാം ചെയ്തിട്ടാണ് ചില സാങ്കേതിക കാരണങ്ങളാൽ, സിനിമയാണല്ലോ അറിയാമല്ലോ, നിന്ന് പോയിട്ടാണ് പെട്ടെന്ന് ഈ സബ്ജക്റ്റിലോട്ട് വരുന്നതും ഇത് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഒരു മനസ്സിൽ നമ്മളൊരു കമേഴ്ഷ്യൽ അത്തരത്തിലുള്ള ഒരു സിനിമകളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കമേഴ്ഷ്യൽ സിനിമ കാണുന്ന ആളാണ്. പിന്നെ യാദൃശ്ചികമായിട്ട് എങ്ങനെയൊക്കെ ഞാനൊരു ആർട്ട് സിനിമാക്കാരനായിട്ട് അറിയപ്പെടുന്നു എന്നുള്ളതാണ്. കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഞാൻ ഓടി ഒളിക്കുന്ന ആളാണ്. അപ്പൂനൊക്കെ അറിയാം. എന്തെങ്കിലും പ്രശ്നം വന്ന അപ്പൊ തന്നെ ഓടി ഒളിക്കുന്ന പ്രതികരണത്തിനൊന്നുമില്ല. ഇല്ല, ഒരു പ്രതികരണത്തിനും ഉണ്ടാവില്ല. പക്ഷെ പറയുന്നൊക്കെ ആൾക്കാരുടെ ഇത് ഇമേജ് എന്ന് പറയുന്നത് നമ്മളെന്തോ ഭയങ്കര കക്ഷിയാണ്. അത് ഈ ബിരിയാണിയൊക്കെ കണ്ടിട്ടാണ്. അത് സിനിമയിലുള്ള ഇമേജസ് ആണ്. അല്ല, അത്തരം സിനിമകൾ നമ്മൾ എപ്പോഴും സിനിമയായിട്ട് നമ്മൾ കലയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിവാദങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ അത് അവരുടെ അന്നമാണ് അല്ലേ. അതെ, അതിലുപരി നമ്മൾ പറയുന്ന സബ്ജക്ട്, ഞാനിപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള 4 സിനിമകളും ഈ പറഞ്ഞ പോലെ റൂട്ടഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ബിരിയാണി ആണെങ്കിലും
തിയേറ്റർ ആണെങ്കിലും അസ്തമയം വരെ ആണെങ്കിലും അയാൾ ശശി ആണെങ്കിലും എല്ലാ പടവും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്, അത് സിനിമയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇനിയിപ്പം മാറി ചിന്തിക്കുന്നുണ്ട്, കുറേ സബ്ജക്റ്റുകൾ അപ്പൂനെ അറിയാം. ഞങ്ങള് ഒരു സിനിമയ്ക്ക് ഉപരിയായിട്ട് ഒരു ടെക്നീഷ്യൻ എന്ന ഉപരിയായിട്ട് ഒരു സൗഹൃദം ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വർഷങ്ങളായിട്ട് അറിയുന്നതാണ്. എൻ്റെ ആദ്യത്തെ സിനിമ പോലെ അപ്പൂ ഉള്ളതാണ്. അതുപോലെ പുള്ളിയൊക്കെ ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ അറിയുന്നതാണ്. അപ്പോൾ ഇതിൽ പല അബ്ബാസ് ആണെങ്കിലും എൻ്റെ അടുത്ത് ഇതിൽ മ്യൂസിക് ഡയറക്ടർ ബസൂക്കയുടെ ഒക്കെ ചെയ്തില്ല പുള്ളിയാണ്. അപ്പം എല്ലാവരും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പരസ്പരം ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു സിനിമാ ബന്ധം മാത്രമല്ല, അതിനപ്പുറം ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു കംഫർട്ട് നമുക്ക് പലപ്പോഴും എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മെയിൻ ലീഡ് ആൾക്കാരാണെങ്കിൽ പോലും എനിക്ക് അങ്ങനത്തെ ഒരു കംഫർട്ട് അവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീനേട്ടനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് സോറി ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട്. അപ്പോൾ അത്രയും കംഫർട്ട് അവർ തന്നിട്ടുമുണ്ട്. ഇപ്പം കനിയാണെങ്കിലും പിന്നെ അതിൽ പറഞ്ഞ റെമ്യൂണറേഷൻ്റെ വിഷയങ്ങളൊക്കെയാണ് അവസാനം അത് വന്നത്. പിന്നെ പൊളിറ്റിക്കലി അവരുടെ ഒരു ഇത് കനി നേരത്തെ തന്നെ എൻ്റെ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന സിനിമ ഇതാണ് എൻ്റെ പൊളിറ്റിക്സ്, ഇതാണ് ഞാൻ റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളത് വർക്ക് ചെയ്തത്. അതുപോലെ ഒരു വിവാദം അല്ല സത്യത്തിൽ. അത് പിന്നീട് അതൊരു വിവാദം പറഞ്ഞപ്പോഴാണ് അത് വിവാദമായി. എത്രയും നാളുകൾക്ക് ശേഷമാണ് പറയുന്നത്. അതെ, നിങ്ങൾക്ക് ഇരുന്ന് ചെയ്തത് റിപ്പോർട്ടർ ചാനലിലെ ഇന്റർവ്യൂലാണല്ലോ അവസാനം പറയുന്നത്. നിങ്ങളൊക്കെ എത്രയോ നാളുകൾക്ക് ശേഷം അതെ പറയുന്നത്. അതൊന്നും കള്ളമല്ല, അതൊക്കെ ഉള്ളതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്ത് വിവാദമല്ല. ഓൾറെഡി എൻ്റെ അടുത്ത് കനി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തീരുമാനിച്ച് ചെയ്തതാണ് സിനിമ. അപ്പൊ അതില് പിന്നെ അത് പുറത്തു വന്നപ്പോ അത് വിവാദമായി. നിങ്ങളൊക്കെ ചോദിച്ച ചോദ്യത്തിന്റെ പ്രശ്നങ്ങളും കൂടെ ആണ്. നെഗറ്റീവ് പോസിറ്റീവ് ആണല്ലോ, ആരാണ് നെഗറ്റീവ് ആളുകൾ കാണുള്ളൂ എന്ന് നമ്മൾ ചോദിച്ചു. പറയാൻ പറഞ്ഞില്ലേ ഒഴിവാക്കി വിടുന്നു അല്ലെ. അല്ല, ഇത് തന്നെയാണ് നമ്മൾ തിയേറ്ററിൽ അത് നിങ്ങൾക്ക് കിട്ടിയല്ലോ. തിയേറ്ററിൽ പറയാൻ ശ്രമിക്കുന്നത് ഇത് തന്നെയാണല്ലോ. അതെ പല പെർസ്പെക്റ്റീവ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണേണ്ട സിനിമയാണ്. ഞങ്ങളെപ്പോലുള്ളവർക്ക് കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യേണ്ട സിനിമയാണ്. നമ്മൾ പലപ്പോഴും റിയാലിറ്റിയിലാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇത് സത്യമാണോ? വാർത്ത ഒരിടത്തൊരു വാർത്ത വരും, വേറൊരിടത്ത് വേറൊരു വാർത്ത വരും, വേറൊരാൾ മറ്റേ റീലിൽ വേറൊന്ന് വരും, സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വേറൊന്ന് വരും, പത്രത്തിൽ വേറൊന്ന് വരും. എല്ലാം ഒരേ കാര്യം തന്നെ പല രീതിയിലല്ലേ അടിച്ചു വരുന്നത്. എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് വരുന്നു, മറ്റേ പെർസ്പെക്റ്റീവ് വരുന്നു. ആ സാധനം ശരിക്കും ആ റിയാലിറ്റിയിലാണ് നമ്മൾ. നമുക്കും അറിയില്ല ഇത് ഏതാണ് റിയൽ എന്ന്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉള്ള ഓഡിയൻസിനുണ്ട്. ആ സാധനമാണ് നമ്മൾ സിനിമയിലൂടെ കൊണ്ടുവന്നത്. ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ നോക്കുമ്പം നമ്മൾ ഒരിക്കലും കാണാത്ത രീതിക്കാണ് റീമേക്ക് കാണിച്ചിരിക്കുന്നത് അല്ലേ. റീമയിൽ നിന്നും നല്ല ആക്ടറാണ്, നമുക്ക് എന്തും പ്രേക്ഷകർക്ക് തരാൻ കഴിവുള്ള ഒരു വലിയ ആക്ടറാണ് റീമ. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അത് കൃത്യമായിട്ട് അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സബ്ജക്റ്റ് മനസ്സിൽ തോന്നാനുള്ള കാരണം എന്താണ് ഇത്തരം ഒരു രീതി? അല്ല, ഒന്ന് ഇത് ലാസ്റ്റ് ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ബേസ്ഡ് ഓൺ ഒരു സാധനമുണ്ട്. അത് നമ്മളിപ്പം സ്പോയിലർ ആവുന്നതുകൊണ്ട് നമുക്ക് അല്ല പറയണ്ടെന്നുള്ളതാണ്. സ്പോയിലറാണ്. അപ്പൊ അത് ഞാൻ പണ്ടുപോലെ 2010 പഠിക്കുന്ന സമയത്ത് തന്നെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സാധനം, അതാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയ കഥയാണ്. പക്ഷെ ഇതുപോലൊരു ക്യാരക്ടർ ഇപ്പൊ തെങ്ങി കയറുക, വെള്ളം തൊഴുക, ചാടുക, ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ശ്രദ്ധിച്ചില്ല. അതൊക്കെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ പെർഫോമൻസും വേണം, ഫിസിക്കൽ പെർഫോമൻസും വേണം, എല്ലാ സാധനവും വേണമല്ലോ. അപ്പോൾ വേറൊരു ആർട്ടിസ്റ്റിന് അത് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ഒരു ഉണ്ടാവാം ആരെങ്കിലും ഒക്കെ. പക്ഷെ ഇപ്പം നിലവിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന പുള്ളിക്കാരത്തെ തെങ്ങിലെന്ന് വെച്ചാൽ ഒരു സേഫ്റ്റി പോലും ഇല്ലാതെയാണ് കയറിയിരിക്കുന്നത്. ശരിക്കും കയറുകയും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതൊക്കെ വേറൊരാളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് റിമയിലോട്ട് എത്തുന്നത്. പിന്നെ ഇതിനു മുന്നേ ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ട്, അതും പുള്ളിക്കാരത്തേക്ക് വർക്കായതൊരു സംഭവമാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ വർക്ക് ചെയ്യേണ്ടി വന്നു. അതെ, മെമ്പറെ കൊണ്ട് ഒതുക്കി കളഞ്ഞോ? മെമ്പറിന്റെ ഒന്നും പറഞ്ഞില്ല. മെമ്പറെ എന്താണ് പറഞ്ഞില്ലെന്നോ? നമ്പറുണ്ടല്ലോ എല്ലായിടത്തും. അല്ല, ഇത് കണ്ടില്ല അല്ലേ? ഞാൻ ഇതൊരു സിനിമ കണ്ടില്ല, അതുകൊണ്ടാണ് സിനിമയെ കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് അറിഞ്ഞൂടാ. മെമ്പർ ഞങ്ങൾ പണ്ടുപോലെ ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ കൊടുക്കണം. അപ്പൊ അത് പല സിനിമയിലും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പണ്ട് മുതലേ IFFK അങ്ങനെ പല തിരുവനന്തപുരത്തൊരു സൗഹൃദ കൂട്ടം നമ്മളുണ്ടായിരുന്ന ആദ്യ സിനിമ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ആദ്യത്തെ കാലത്തെ മീറ്റിങ്ങിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അസ്തമയം വരെ എന്നുള്ള സിനിമ. അതുപോലെ അപ്പു അങ്ങനെയാണ്. അപ്പു നിങ്ങളുള്ള ഒരു യാത്ര അല്ലേ. പക്ഷെ എല്ലാവരും ഒത്തുചേരുമ്പോഴാണ് ഒരു നല്ലൊരു സൗഹൃദത്തിലുണ്ടാകുമ്പോൾ സിനിമയ്ക്കാണ് ഏറ്റവും വലിപ്പം ഉണ്ടാവും. അതെ, അതിൽ കാശൊന്നുമല്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ സെറ്റിൽ വന്നപ്പോ ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ്, നമ്മൾ പൈസ ലാഭിക്കാനൊന്നും അല്ല. പക്ഷെ ഒരു കഥാപാത്രമായിട്ട് താതാത്മ്യം പ്രാപിക്കണമെങ്കിൽ നമുക്ക്
കാരവാനും അതുപോലത്തെ ഒരു പരിപാടി നമുക്ക് വെക്കാൻ പറ്റില്ല. അതിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വന്നിട്ട് അഭിനയിച്ചിട്ട് തിരിച്ച് അവിടെ കയറി പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്യാരക്ടർ ആവാൻ പറ്റൂല, സിനിമയ്ക്ക് റിസൾട്ട് പോകും. അതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാരവാനില്ല. എല്ലാ ആർട്ടിസ്റ്റും റിമ ഉൾപ്പെടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു നമ്മൾ AC കാർ പോലും ഓണാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. പക്ഷെ പിന്നീട് പലരും അതിന് വ്യാഖ്യാനിച്ചത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനിതിന്റെ ഫുട്ടേജ് കണ്ടുകൊണ്ട് പറയുകയാണ്, അവിടെ ക്യാരവാനിൽ കയറിയിട്ട് ഇറങ്ങാനുള്ള ഗ്യാപ്പ് ഒന്നും കൊടുത്ത ലക്ഷണം ഇല്ല. അത്രയധികം ഫുട്ടേജ് ആണ് ഓരോ ദിവസവും ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ക്യാരവാൻ ഉണ്ടെങ്കിൽ അത് വെറുതെ ആ സൈഡിൽ കിടന്നേനെ. അത് സമയം കൊടുക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് കൃത്യമാണല്ലോ. ഇതായിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടാക്കുന്നത്. നിങ്ങൾ എടുത്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾ കുറെ എടുക്കുമ്പോൾ മറന്നുപോയി കാണും. പക്ഷെ ഇവിടെ എത്തുമ്പോഴാണ് അപ്പോഴാണ് മൊത്തം കാണുന്നിരുന്നത്. അപ്പോൾ പറഞ്ഞ കറക്റ്റാണ്. ഈ കഥാപാത്രം എന്തുകൊണ്ടും ചേർന്നൊരു കഥാപാത്രം, ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷങ്ങൾ. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് രാഷ്ട്രീയ വേഷം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സജി പാലമേൽ എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ പടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാനതാ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഞാൻ ആ സിനിമ കണ്ടതുമാണ്. ഇത് ഒരു നന്മയും തിന്മയും ഉണ്ട് രാഷ്ട്രീയക്കാരനല്ലേ? ഒരു മനുഷ്യന് നന്മയും തിന്മയുണ്ട്. അല്ല, രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുന്നതാണ് എന്തുകൊണ്ടുണ്ടോ നന്മയും തിന്മയും. പക്ഷെ ഇത് ഒരു നല്ലൊരു പാതയിലൂടെ യാത്ര. പക്ഷെ എങ്ങനെ ആവുന്നത് പ്രേക്ഷകരിന് ഇത് കണ്ടുവേണം തീരുമാനിക്കണം. ഈ രാഷ്ട്രീയക്കാരൻ എങ്ങനത്തെയാണെന്ന് പ്രേക്ഷകർ കണ്ടുവേണം തീരുമാനിക്കണം. ഈ ഒരു സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത് മനസ്സിലാദ്യമേ? എന്നോട് ഇതിന്റെ പൂജയ്ക്ക് കഴിഞ്ഞിട്ടാണ് സജിൻ എന്നെ അവള് ഇത് പറയുന്നത്. അപ്പം ഞാൻ ഈ ക്യാരക്ടറിനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, മുഴുവൻ കഥയല്ല പറഞ്ഞു. ഇതിനകത്തൊരു ഹീറോയിനുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്ന ഒരു മെമ്പറിൻ്റെ ക്യാരക്ടറാണ്, ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ട കാര്യങ്ങളുടെയൊക്കെ ഒരു വിശദീകരണമാണ് തന്നത്. ഞാൻ പിന്നെ രണ്ടാമതൊന്നും ചോദിക്കാനും പോയില്ല. ആക്ട് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ ഭാഗം എങ്ങനെയാണെന്ന് അന്വേഷിക്കും, അതിങ്ങനെ ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഓക്കെ അങ്ങനെ മതി എന്ന് പറഞ്ഞാൽ നമ്മളതങ്ങ് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഈ സിനിമയുടെ യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ട് ഇത് എനിക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രീമിയറിന് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ക്യാരക്ടർ ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രം, അതിൽ നിന്ന് തന്നെ എന്ത് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്ത് പോയിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. അത് ഞാൻ കാണാൻ സത്യം പറഞ്ഞാൽ ഈ ഞാൻ അഭിനയിച്ച സിനിമകളിൽ എനിക്ക് തീരെ ഫ്രഷായി കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം എനിക്കൊന്നും അറിയില്ല, ഞാൻ അഭിനയിച്ച കാര്യം മാത്രം അറിയാം. അതിൽ ഏതൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുണ്ടോ, ഏതൊക്കെ അപ്പു കത്തി വെച്ചിട്ടൊന്നും നമുക്കറിയില്ല. അപ്പു അതിന്റെ ഉത്തരവാദിത്തം അപ്പു ആട്ടോ. മറ്റേ ഡയലോഗ് വേണമെങ്കിൽ പുള്ളി ഒന്ന് പറയും. അതൊന്ന് പറഞ്ഞിട്ട് അതൊന്ന് പറഞ്ഞിട്ട് പോയാൽ നമ്മുടെ സെറ്റിലുള്ളൊരു അത് അമ്മയുടെ എനിക്ക് മറന്നു ഡയലോഗ് മറന്നു. കാരണം അത് ആ അമ്പലത്തിന് പേരെന്താ? ഞാൻ വേറെന്തോ അതിന്റെ മണ്ണാർക്കാടും ഇല്ല, ലോകത്തുള്ള എല്ലാ ഇത് മാത്രം പറയില്ല. എത്ര ടേക്ക് എടുത്തെങ്കിലും പല സ്ഥലത്തെ ഇതുപോലത്തെ മാന്ത്രിക അമ്പലങ്ങളുണ്ട്. അമ്പലങ്ങൾ ഇതിന്റെ പേരറിയില്ല, കേട്ടിട്ടുള്ള പേര് വരെ പറയും. കേട്ടിട്ടില്ലാത്തത് ആരെങ്കിലും പറഞ്ഞു അതായത് കേരളത്തിലെ ഇതുപോലത്തെ മാന്ത്രികതയുള്ള അമ്പലങ്ങളിലെ എല്ലാ പേരുകളും പറയും. അമ്പലം മാത്രമേ ഞാൻ കേട്ടിട്ടില്ല. അത് തന്നെ എല്ലാരും പറ്റി ഒറ്റ ടേക്കിലാണ് എടുക്കുന്നത്. ലോങ് ഷോട്ടിൽ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. എല്ലാരും കഥ പറഞ്ഞു എല്ലാരും ഡയലോഗ് പുള്ളിയുടെ അവസാനം എല്ലാം ഞാൻ പറയും. പക്ഷെ ആമയുടെ മാറിയിട്ട് അതൊരു റിമേക്ക് പിന്നെ അവസാനം എല്ലാരും കടിച്ചു പിടിച്ചിരിക്കും. ഇതൊന്നും പറഞ്ഞൊപ്പിക്കണമല്ലോ. പറഞ്ഞൊപ്പിച്ചപ്പോ അവിടത്തെ കയ്യടി ഉണ്ടായിരുന്നു. രക്ഷപ്പെട്ട രാജ്യത്തെ സകല ഇങ്ങനത്തെ മാന്ത്രിക അമ്പലങ്ങളെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ അതോട് കുറെ പേര് പഠിച്ച് ഇല്ല, ഞാൻ പേര് പഠിച്ചതെന്നല്ല. എനിക്ക് തോന്നുന്നു ഈ പടത്തിനകത്തെ ഈ പടത്തിന്റെ ബ്ലൂപ്പേഴ്സ് പോലത്തെ ഒരു സാധനം കട്ട് ചെയ്യണമെങ്കിൽ സത്യത്തിൽ എനിക്ക് എവിടെ പോയാൽ ഇത് കൃത്യമായിട്ട് കിട്ടുമെന്ന് എനിക്കറിയാം. കാരണം ഈ ദിവസം പോയാൽ മതി, അത് ഒരു ദിവസം അല്ലെന്ന് തോന്നുന്നു, 2 ദിവസം ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും ഇതായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഫണ്ടാ. എനിക്ക് തോന്നുന്നു ആ സെറ്റിൽ എനിക്ക് തോന്നുന്നു കൃഷ്ണൻ ചേട്ടന് കിട്ടിയ അത്രയും കൈയ്യടി റിമയ്ക്ക് പോലും കിട്ടിയില്ല. അതൊന്ന് നമുക്ക് പടം ഇറങ്ങിയിട്ട് റീല് പോലെ ഇറക്കണം കേട്ടോ, ഉറപ്പായിട്ട് ഇറക്കണം കേട്ടോ. അതിവിടെ ഇരിപ്പുണ്ട്, അപ്പൊ ഇരിപ്പില്ലേ? ബാക്കിയുള്ള 26 ടേക്ക് ആയിരിക്കും. അല്ല, പിന്നെ ഇതിൽ പലരും വേറെ ചിലര് 100 ടേക്ക് വരെ പോയവരും വേണ്ടത് 100-50 ഒക്കെ പോയിട്ടുണ്ട്. അതാ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചേട്ടന്റെ സംവിധാനത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂ കാണുന്നവരെ എനിക്ക് തോന്നുന്നു അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ വരത്തുള്ളായിരിക്കും. കാരണം മറ്റേ 100 ടേക്ക്, 50 ടേക്ക്, 70 ടേക്ക് എല്ലാ ഐറ്റവും ഉണ്ട്. പുള്ളിക്കും തൃപ്തിയാണല്ലോ.
ഇത് പക്ഷെ കടുത്ത തൃപ്തിയല്ലേ എന്റെ അപ്പു സമ്മതിച്ചു കേട്ടോ. അല്ല അതുകൊണ്ടാണ് അവരൊക്കെ നന്നായിട്ടിരിക്കുന്നത് സിനിമയില്. അത് കറക്റ്റാട്ടോ, നന്നായിരിക്കുന്നത് പറഞ്ഞാൽ കറക്റ്റ്. അതുകൊണ്ടാണ് നന്നായിരിക്കുന്നത് സിനിമയില്. അല്ല, ഇതിന്റെ ഒരു കോറിയോഗ്രാഫിയാ. നമ്മള് കടന്നു വന്നത് ഇരുന്ന് വരുമ്പോൾ 2 ഡയലോഗ് പറഞ്ഞ് അവന്റെ കൂടെ വരുന്ന പ്രമോദ് വെളിയനാട് ഒരു കാര്യം പറഞ്ഞു, റീമ പറഞ്ഞു, റീമയുടെ അമ്മ പറഞ്ഞു, കൂടെ നിൽക്കുന്ന നേഴ്സ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനൊരു ഡോക്ടർ വന്നിരുന്നു, ഇവരൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ആണ് അല്ല ഇത് തന്നെ അല്ല ഈ ഇതിനിടയിൽ എല്ലാം പറഞ്ഞു വരികയാണ്. അപ്പോഴാണ് എല്ലാ ഡയലോഗും പറഞ്ഞാലും ഞാൻ പിന്നെ പറയും നിങ്ങൾക്ക് പരവൂർ അമ്പലത്തിൽ ബാക്കിയെല്ലാം കറക്റ്റാ. ഈ 26 ടേക്കില് അവരൊക്കെ കറക്റ്റ് ചെയ്തോണ്ടിരിക്കും. എല്ലാം മറ്റവരൊക്കെ പിന്നെ കാണാൻ പാടും. എല്ലാം അത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ. ഒറ്റ ടേക്കിൽ പോവാണല്ലോ, വീണ്ടും ഒരു 26. അപ്പൊ നോക്കുമ്പോ എല്ലാരും 26 കാരണം എല്ലാവർക്കും ചെയ്തേ പറ്റുള്ളൂ. കാര്യം ഒന്നുമില്ല, വേറെ എല്ലാ ഡയലോഗും കൃത്യമായിട്ട് പറയും. അല്ല ഈ അമ്പലത്തിന്റെ പേര് മാത്രം പേര് മാത്രം പറയില്ല. ഇപ്പൊ കാണാതെ പിടിച്ചാൽ ഇപ്പോഴും ആ അമ്പലമൊക്കെ പോകും. എന്നാ നാട്ടിലെ ഈ ഇതൊക്കെ വെക്കുന്നില്ലേ അമ്പലങ്ങള്, അങ്ങനെ കുറെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം പറയും. കേരളത്തിലില്ലാത്ത അമ്പലം വരെ പറഞ്ഞു. എനിക്കറിയില്ല, ആ അമ്പലം മാത്രമേ മിസ്സായി പോകും. അതൊരു വല്ലാത്ത വിഷയമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഈ സിനിമയില് ലൊക്കേഷൻ ഏറ്റവും ചിരി ഉണ്ടായ ഈ സീൻ. പക്ഷെ ഇവിടെ ടെൻഷനായിരുന്നു. ടെൻഷനും ഉണ്ടായിരുന്നു, പൈസ പോകുന്നു, സമയം പോകുന്നു. പക്ഷെ എനിക്കും ചിരി. അവസാനം ഇയാളെ മുഖത്തൊക്കെ ചിരിക്കാൻ പറ്റും. പുള്ളിയുടെ ഡയലോഗ് ഞാൻ തന്നെ സംവിധായകൻ തന്നെ ഒന്ന് കുരിഞ്ഞ് മാറിയിരിക്കും. അവിടെ വന്നില്ലെങ്കിൽ തീർന്നു. അത് അവസാനം കിടിലായിട്ട് പറഞ്ഞു. അമ്പലത്തിന്റെ പേരെന്ന് പറഞ്ഞ ആമയുടെ അമ്പലം ഇങ്ങനെ ചൂണ്ടിട്ടല്ലോ, ഇങ്ങനെ ഇല്ലെന്ന് ആ സാധനം മാത്രമേ പോളൂ. ഡയലോഗ് ഉണ്ട്, ഒരുപാട് ഡയലോഗ് ഉണ്ട്. അതിന് ലെങ്തി ഡയലോഗ് ഉണ്ട്. അതിൽ നിന്ന് 4 അക്ഷരേ പോവുള്ളൂ. ഈ ആമയുടെ പകരമാണ് പരവൂരായി പോവും, കൊടുങ്ങല്ലൂരായി പോവും. പക്ഷെ അതൊരു ഭയങ്കര രസമായിരിക്കും ആ സമയമൊക്കെ. അല്ല പുള്ളി അതിന്റെ കൂടെ നിന്നും എല്ലാരും വേറൊരാളാണെങ്കിൽ പെട്ടെന്ന് വേറൊരു ആക്ടറാണെങ്കിൽ, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ആക്ടറാണെങ്കിൽ അവിടെ പ്രശ്നം അവർക്ക് ഫീൽ ചെയ്യും. പിന്നെ ഉറപ്പല്ലേ, ഇത് സ്വാഭാവികമാണെന്ന് നമുക്കും എല്ലാവർക്കും അറിയാം. അത് ഉടക്കി പോകും ചില സാധനം. അത് പോസിറ്റീവായിട്ടാണ് എല്ലാരും എടുത്തത്. അത് പിന്നെ പുള്ളി അത് പോസിറ്റീവായിട്ടാണ് എടുത്തത്. ഡബിംഗ് ഇല്ല, ഡബിംഗ് ആണെങ്കിൽ നമ്മള് നോക്കുമല്ലോ, ആ ലിപ്പ് കിട്ടുമോ, ആ കിട്ടും കുഴപ്പമില്ല. ഉണ്ടായിരുന്നല്ലോ. അതെ, അതാണ് പിന്നെ അതിൽ ആ അമ്പലത്തിന് പോലെ വേറെ അമ്പലം പറയാനും പറ്റില്ല. അതാണല്ലോ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉണ്ടായിരുന്നല്ലോ. അതാണല്ലോ ഈ എല്ലാവരും 26 ടേക്ക്. അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ. വേണമെങ്കിൽ മാനേജ് ചെയ്യാം, അത് അമ്മയുടെ കിട്ടിയട്ടാ നമുക്ക് പറയാം, ഡബിങ്ങിൽ പറയാന്നൊക്കെ പറയുമല്ലോ. ആമയാലും വായിക്കുന്ന ഷോട്ട് വെച്ചെങ്കിലും പിടിച്ചോളാം ആ ഡയലോഗ്. അതെ അതെ. പക്ഷെ അത് കുറച്ച് എക്സ്പീരിയൻസ് ആയില്ല ജീവിതത്തിൽ. അതെ. ഇനിയിപ്പോ അമ്പലത്തിന്റെ പേര് വേണ്ട ഇനി സിനിമയിൽ അഭിനയിക്കാൻ. ബാക്കി എല്ലാ ഡയലോഗും പറയും, കാരണം വേറെ ഒരു കുഴപ്പമില്ല. ഇതൊരു രസമാട്ടോ, ആമയുടെ അമ്പലം. അവസാനം പറഞ്ഞ ആരോ പറഞ്ഞു കൊടുത്ത്, ഇത് മറ്റേ വേറെ ഒരുത്തിന് തെറി പറയാൻ പോലെ പറഞ്ഞാൽ മതി, ഇല്ല മറ്റവന്റെ അമ്മയുടെ അമ്പലം എന്ന് പറഞ്ഞ അമ്മ എന്ന് പറയുന്നത് സത്യം പറഞ്ഞില്ല, അത് ഇപ്പോഴും അത് മിസ്സായി പോകും ആ അമ്പലത്തിന്റെ പേര്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ സിനിമയിൽ തന്നെ ഉള്ള നല്ല നെടുന്നുകളും ഡയലോഗുകളൊന്നും അല്ല, അതിന് തന്നെ വലിയ ഡയലോഗാ. ആ വലിയ ഡയലോഗും പോവും. പക്ഷെ ഈ ഇവിടെ എത്തുമ്പോ ആമയുടെ അങ്ങ് ലോക്കായി. ആമ ലോക്കായിരുന്നു കേട്ടോ. അല്ല, എനിക്ക് നമ്മളും ലോക്കായെന്ന് തോന്നുന്നു അമ്മയുടെ. കഴിഞ്ഞ 8 മിനിറ്റായി പോയിട്ടില്ല, പോകുന്നില്ല. എന്തായാലും നല്ലൊരു കഥാപാത്രമാണ്, ഞാൻ കണ്ടു. നല്ല കഥാപാത്രം തന്നെയാണ്. വേണ്ടത്ര സിനിമകളിൽ സജീവമാകാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുള്ളത്. നല്ല കഥാപാത്രം കിട്ടാറുണ്ട്, ചെയ്ത കഥാപാത്രം കൈയ്യടി വാങ്ങിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അത് എനിക്കങ്ങനെ ഒരു കിട്ടില്ല. ഞാൻ അതിപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നാലേ നമ്മുടെ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മുന്നിലേക്ക് ഞാൻ കൂടുതൽ വിസിബിൾ ആയില്ല എന്ന് ഞാൻ പറയണം. മനസ്സിലായില്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ അത്രയ്ക്ക് വിസിബിൾ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചേനെ.
ഇപ്പം എനിക്ക് കഴിഞ്ഞ ഓണം തൊട്ട്, അതായത് കഴിഞ്ഞ ഓണം തൊട്ട് എനിക്ക് ഒരുപാട് റിലീസുകളൊക്കെ ഉണ്ടായിരുന്നു. കിഷ്കിന്ധാകാന്ഡം, ARM കഥ, ഇതുവരെ അങ്ങനെ നരിവേട്ട, ഫ്ലാസ്ക് വരെയുള്ള സിനിമകൾ, 2 വെബ് സീരീസ് വന്നു. അങ്ങനെ കഴിഞ്ഞ ഓണത്തിന് ശേഷം ഇപ്പോൾ പൃഥ്വിരാജ് നായകനാവുന്ന ഐ ആം നോബഡി, ടിനു പാപ്പച്ചൻ്റെ സിനിമ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് പോരാ എന്നാണ് എൻ്റെ ഇത് കേൾക്കുന്നവർ എനിക്ക് തൃപ്തനല്ല. എന്നെ നിങ്ങളിത് കേട്ട് ഇതൊരു പൊതുവായ അവസരം ചോദിക്കുന്നതായി കണക്കാക്കി അല്ല, ഇപ്പൊ ഈ പറഞ്ഞു വെച്ച സിനിമകൾ നമ്മൾ പേര് നോക്കുമ്പോൾ എല്ലാം വലിയ സിനിമകളാണ്, എല്ലാം ചർച്ച ചെയ്യപ്പെട്ട സിനിമകളാണ്. റിലീസ് ചെയ്തെല്ലാം ചർച്ച ചെയ്യാം. നരിവേട്ടയിലൊക്കെ ഗംഭീര സീനായിരുന്നു അതിനകത്ത് കാഴ്ചവെച്ച്. അതോടൊപ്പം ആസിഫ് അലിയുടെ പടത്തിലെ ഹിറ്റ് അടിച്ച പടത്തിലാണ്. അതെ ആ ഓണത്തിന് 2 ഹിറ്റ്, ആ 2 ഹിറ്റില് നമ്മളുണ്ട്. അത് നമുക്കൊരു സീനാണെങ്കിൽ നമ്മൾ പ്രേക്ഷക തിയേറ്ററിൽ നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഉറപ്പായി ഒരു സീനാണെങ്കിൽ മതി എന്നുള്ള അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള. ഇപ്പൊ തന്നെ ഈ ലാസ്റ്റ് ഇപ്പൊ എല്ലാരും കാണുമ്പോൾ പറയുന്നത് നമ്മുടെ മറ്റേ ടോവിനെ ബസ്സിൽ തിരിഞ്ഞു നോക്കുമല്ലോ നരിവേട്ടയിൽ, എന്താ തിരിഞ്ഞിരി ഇപ്പൊ വന്നപ്പോഴും 2 പേരും എൻ്റെ അടുത്തത് പറഞ്ഞു, നിങ്ങളുടെ ബാക്കിലിരിക്കണം. അതെ എന്താ തിരിഞ്ഞിരി. അല്ല, അത്രയും സിനിമകൾ ഞാൻ പൊതുവെ ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു. പക്ഷെ ഇത്രയും സിനിമകൾ ഞാനും ഇപ്പോഴാണ് ആലോചിച്ചത്, ഇത്രയും സിനിമകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സിനിമകളൊക്കെ ഞാൻ കണ്ടതുമാണ്. എത്രയോ നായകനായിട്ട് വന്നതാണ്, എത്രയോ വർഷങ്ങളായിട്ട് അഭിനയിക്കുന്നത്. അവിടെ നിന്ന് ഒരു ഇരുന്ന് പോയിട്ടുള്ളൊരു ഒന്ന് കയറാനുള്ള ഒരു പാട് ഭയങ്കരമായിരുന്നു. അതെ, ഞാനിങ്ങനെ എന്താണെന്ന് ആദ്യ ചോദ്യത്തിന് ഉത്തരം എനിക്കില്ല കേട്ടോ. ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. ചിലത് അങ്ങനെയാണ്. പിന്നെ അത് ശരി. ഇവ പറയുമ്പോൾ നമ്മൾ വലിയ സിനിമകളിലേക്ക് എത്തുന്നു. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പൃഥ്വിരാജ് പടത്തിലെ ക്യാരക്ടർ നല്ല ഗംഭീര ക്യാരക്ടറാണ്. നല്ല പടം വന്നു. ഞാൻ അതിന്റെ കുറച്ച് അഭിനയിച്ച കുറെ ആളുകൾ സംസാരിച്ച സബ്ജക്ട് തന്നെ സബ്ജക്റ്റ് ആണെന്ന് ഞാൻ മനസ്സിലായി കഴിഞ്ഞു. അതിൽ അഭിനയിച്ച 2 ദൂരം കണ്ട് സംസാരിച്ചപ്പോൾ അപ്പൊ ഒന്നിരിക്കുന്നു, പിന്നെ ഒന്ന് കയറ്റം കയറുന്നു. ജീവിതത്തിൽ അങ്ങനെയാണല്ലോ അല്ലേ? അങ്ങനെയാണ്. ഞാൻ പഠിച്ചു വന്നതൊക്കെ തിയേറ്ററാണ്. കാവലൻ സാറിൻ്റെ അവിടെ 10-12 വർഷം നിന്ന് പഠിച്ച് അങ്ങനെ അതിൻ്റെ ഒരു ഈ തിരക്കാണോ, എനിക്ക് സത്യം പറഞ്ഞാൽ തിരക്കാവണമെന്നും ഒക്കെ വലിയ ആഗ്രഹമുള്ള ഒരാളാണ്. അല്ലാതെ അയ്യോ അങ്ങനെ അല്ല എന്ന് പറയുന്ന ഒരാളല്ല. എനിക്ക് അതിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. സെറ്റിലൊന്നും ആർക്കും ഒരു ശല്യം ഇല്ലാത്ത ആളാണ്. വിളിച്ചു പറഞ്ഞാൽ ഇനി വണ്ടി വിട്ടുകൊടുത്താലേ വരുള്ളൂ, ഇതെല്ലാം വണ്ടി കയറി വാ എന്ന് പറഞ്ഞാൽ വരുന്ന ഒരാളാണ്. ഞാൻ കൂടുതൽ ഞാൻ മുമ്പത്തേക്കാൾ പരമാവധി ആർട്ടിസ്റ്റ് ആവാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞാനായിട്ടും കൂടെ ആയിരിക്കുമല്ലോ നമ്മളിതാ പഠിച്ച് നമ്മൾ കയറുമ്പോൾ. ഇപ്പം ഞാൻ പരമാവധി ആർട്ടിസ്റ്റ് ആവാനാണ് ട്രൈ ചെയ്യുന്നത്. കാരണം സിനിമ എന്നെ വിളിച്ചാൽ ആ സിനിമയിൽ ഞാൻ ഏറ്റാൽ അതിന് ഞാൻ അവരുടെ ആ പാകത്തിനെത്തുക. അതിനപ്പുറത്തേക്ക് എൻ്റെ സമയത്തിനല്ല, അവരുടെ സമയത്തിന്. നേരത്തെ പറഞ്ഞല്ലേ എനിക്ക് വരില്ല എന്ന് നേരത്തെ പറയാനുള്ള സ്പേസ് ഉണ്ടല്ലോ, അപ്പം എനിക്ക് പറയാമല്ലോ. തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ അതിനകത്ത് യാതൊരു 2:15 എന്ന് പറഞ്ഞാൽ 2:20, അല്ല സോറി 2:15 എന്ന് പറഞ്ഞാൽ 2:10 ചെറിയൊരു വിട്ടുകൊടുക്കൽ വേണമല്ലോ. വേറൊരു കേസാട്ടോ, നമുക്ക് നമ്മളെ തേടി വന്ന കാലമൊന്നുമില്ല ഇപ്പൊ സിനിമ കേട്ടോ. നമ്മൾ തേടിപ്പോയാലും സിനിമയുള്ളൂ. അത്ര ആളുകൾ ഇപ്പൊ വന്നു, ആ തേടിപ്പോക്ക് കുറവാന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഇല്ല അതില്ല. എന്നാലും ഈ പറയുന്ന ഒരു ആയം ഉച്ചി കുറവുണ്ട്. ചിലപ്പോൾ ഒന്നും ഇല്ലായിരിക്കല്ലേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1-2 രൂപയൊക്കെ നമ്മൾ അന്വേഷിച്ചെന്നിരിക്കും. പിന്നെ നേരത്തേക്ക് പുള്ളി കൂടുതലും ഈ പറഞ്ഞ പോലെ പാരലൽ സീരിയസ് സിനിമകളിലാണ് കൂടുതലും. ഇപ്പോൾ ഡോക്ടറുടെ ഒക്കെ എല്ലാ പടത്തിലും 8 സിനിമയിലുണ്ട്. അടൂർ സാറ് കഥ അല്ല ഒരു പെണ്ണും രണ്ടാണും മുതൽ പിന്നെ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ ഞാൻ ഷോർട്ട് ഫിലിമിൽ ഞാനായിരുന്നു പ്രധാനം. അല്ല അടൂർ സാറ് സുഖാന്തി എന്ന് പറഞ്ഞിട്ടൊരു റോയൽ സ്റ്റാഗിന് വേണ്ടി ഒരു ഷോർട്ട് ഫിലിം. പിന്നെ പൊതുവേ തിയേറ്റർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ സ്പേസ് കുറവാണ്. ഞാൻ കണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ മലയാള സിനിമയിൽ കണ്ടിരിക്കുന്ന കാര്യം. എനിക്ക് ഓപ്പണായിട്ട് പറയുന്ന മടിയൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പല തിയേറ്റർ പുള്ളിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് വന്നു. പല തിയേറ്റർ ആർട്ടിസ്റ്റുകളും ഇത് 2 മീറ്റർ ആണല്ലോ. സിനിമയുടെ മീറ്റർ വേറെയാണ്, തിയേറ്ററിന്റെ മീറ്റർ വേറെയാണ്. അപ്പൊ അത് പലർക്കും കിട്ടാൻ ഇച്ചിരി സമയം എടുക്കും. അല്ല ആ സമയത്തിൻ്റെയാണ് ആളുകൾക്ക് അത് ആ ഒരു ബേസ് വെച്ചിട്ട് ആയിരിക്കും അതങ്ങനെ സംഭവിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുവരുന്ന ആദ്യ സ്വഭാവം നമുക്ക് അറിയാതെങ്കിലും വന്ന് ഭവിക്കും. ഭരത് ഗോപി എന്ന് പറയുന്ന മഹാനും
നെടുമുടി വേണു എന്ന് പറയുന്ന 2 മഹാന്മാരാണ് നമ്മളുടെ സീനിയേഴ്സ്. അതായത് കാവാല സാറിന്റെ അവിടെ സിനിമയിൽ വന്ന് സിനിമ അവര് പിടിച്ചെടുത്ത്. അപ്പൊ അവര് ഭയങ്കര സ്റ്റൈലിസ്റ്റ് ആക്ട് ചെയ്യുകയും വന്ന് സിനിമയിൽ വന്ന് സിനിമയുടെ റിയലിസ്റ്റിക് ആക്ടിങ് നടത്തുന്നവരാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ചായ കിട്ടും. അത് കിട്ടിയത് നമ്മൾ വെച്ച് ഉപയോഗിക്കുന്നു. ആ ഉപയോഗങ്ങൾ മുന്നോട്ട് തന്നെ പോട്ടെ കേട്ടോ. ഗംഭീര ആർട്ടിസ്റ്റാണ് താങ്കൾ, ഒരു മാറ്റവും ഇല്ല. ആ ചായ ഇനി മാറി ഒരു വലിയ കോഫിയിലോട്ടും, കോഫി പിന്നെ ഒരു ജ്യൂസിലോട്ടും, ജ്യൂസ് അതിൽ നിന്നും മുകളിലോട്ട് പോയി കോഫി ഒരു ബൂസ്റ്റ് ഇട്ടും ഹോർലിക്സും ബൂസ്റ്റും കൂടെ മിക്സ് ചെയ്തൊക്കെ പോട്ടെ. അതെ, അവസാനം ഒരു കോക്ടെയിലും ഒക്കെ ആയി അവിടെ വരെ എത്തിയല്ലേ. പിന്നെ ആ കോക്ടെയിൽ ഡാൻസ് ബാറിലും എത്തട്ടെ. അവിടെ വരെ തൽക്കാലം ബാക്കി പേരുകൾ പറയാം. താൽക്കാലം ബാക്കി പേരുകൾ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ കുറെ സിനിമകളിലേക്ക് കൂടെ നമ്മൾ ഫോട്ടോ വരും. അവിടെ ഒന്ന് പിടിക്കാന്ന്. അതെ, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ പേരുണ്ട്. എന്റെ ഒന്നും വീട്ടിലൊന്നും ആരും എന്റെ സിനിമയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. കുടുംബത്തിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. ഞാൻ കാണിക്കാറില്ല, അവര് പോയി കണ്ടിട്ടില്ല. ഒരു അയാൾ ശശി എന്തോ കണ്ടിട്ടുണ്ട്, അത് അമ്മ മാത്രം, വേറെ ആരും കണ്ടിട്ടില്ല. 2 പടം എടുത്തതിൽ 4 പടത്തിൽ 2 എ പടമാണ്. ബിരിയാണിയും ആദ്യത്തെ പടം അൻപത് ഡെസ്ക് എന്ന് പറഞ്ഞ പടം. ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഇത് യൂബ, ഇത് ജനത്തിന് കാണേണ്ട പടമാണ്. ഇത് അല്ല, ഇത് ആൾക്കാർ കാണേണ്ട പടം എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഏപ്പടത്തിന്റെ 2 ഞാൻ എടുത്തത് 2 ഏപ്പടമാണ്. എന്റെ വീട്ടുകാരും കണ്ടിട്ടില്ല, നാട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഏപ്പടം എന്നൊരു സർട്ടിഫിക്കറ്റിൽ നിന്നും കാര്യമില്ല. അല്ല, സിനിമ അങ്ങനെയാണ്. അല്ല, സിനിമ ഞാനിപ്പോഴും സിനിമയാണ്, ഒരു കലയാണ്. അല്ല, അതുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ അത് ബോധറിയാണെങ്കിൽ അങ്ങനെ സിനിമ എടുക്കാൻ പറ്റില്ല. ഞാനൊരു തമാശ പറഞ്ഞപ്പോ അല്ല, പക്ഷേ വേറെ കേസ്, അത് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരാളാണ്. ഇങ്ങനെയാണ് എന്റെ സിനിമ, ഇതാണ് മറച്ചു വെക്കുന്ന കാര്യമില്ലല്ലോ. അല്ല, അതൊരു ഒരു വിഷയം എടുക്കുമ്പോൾ ചില വിഷയത്തിന്റെ ബാർ വെച്ചിട്ടുണ്ടല്ലോ ഗവൺമെന്റ്. ആ ബാർ കടന്നു പോകുമ്പോൾ അതേ ആയി പോകുന്നു, UK ആവുന്നു, യു ആവുന്നു. അല്ല, അത് ഇവിടുത്തെ ഇന്ത്യൻ, നമ്മൾ സിനിമ എടുക്കുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ടോ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമല്ലല്ലോ. ഇപ്പൊ നെറ്റ്ഫ്ലിക്സോ ആമസോൺ ഒന്നും ഇന്ത്യൻ കമ്പനികളല്ലല്ലോ, അല്ലെങ്കിൽ മലയാളി കമ്പനികളല്ലല്ലോ. സിനിമ എന്ന് പറയുന്ന ഒരു വിഷ്വൽ ലാംഗ്വേജ് അല്ലേ. അപ്പൊ ആ സിനിമ എന്ന് പറയുന്നത് അത് അങ്ങനെയല്ലേ നമ്മളെല്ലാവരും. അതുകൊണ്ടാണല്ലോ ബിരിയാണി ഇപ്പം 150-160 ഫെസ്റ്റിവൽ ഇപ്പം തന്നെ കഴിഞ്ഞത്, ഇത്ര അവാർഡ് കിട്ടിയത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലുമാണ് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ ഇപ്പോഴും കിട്ടുന്നത്. ഡെയിലി മെസ്സേജ് വരും ഫെസ്റ്റിവൽസ് ആയിട്ട് കണക്ട് ഉള്ളത്. അത് ആ പടം അങ്ങനെ എടുത്തുകൊണ്ടാണല്ലോ. അല്ലാതെ ഇപ്പോൾ ഇവിടെ സെൻസർ ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ സെൻസർ പ്രശ്നമുണ്ട്, ഇത് സർട്ടിഫൈഡ് A ആണ്. ഇവിടുത്തെ ശരികൾ, ഇവിടുത്തെ നിയമങ്ങളും അല്ലല്ലോ വേറൊരു രാജ്യത്തെ. ഒരിക്കലും അല്ല. അപ്പൊ അത് മാറിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് സിനിമ നമ്മളിൽ ഒരു ശരിയുണ്ട്. അതെ, ശരിയാണ് ഏറ്റവും വലുത്. അതെ അല്ലേ, സിനിമ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ എന്നെയൊക്കെ സിനിമ കാണാൻ പോയപ്പോ എന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് വേലി കമ്പനി പിഴുതടിച്ച് ഞാൻ മറ്റേ കിങ് കണ്ടോണ്ടിരുന്നപ്പോ മറ്റേ വീട്ടിൽ TV ഇല്ല, നമ്മൾ പോയി മറ്റേ ഫ്രണ്ടിലിരിക്കുകയാണ് ഓണത്തിന് അവിടെ ചെന്ന് പടം കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് കാണണമെന്നും പറഞ്ഞ് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ എന്ന് വെച്ചാൽ വീട്ടുകാർ ഉറങ്ങിയെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത്. പടം കാണാൻ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ആരോ ഒന്ന് തോണ്ടി, ഞാൻ ആരുടെ തോണ്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ പുള്ളിക്കാരൻ ഫാദർ തൂക്കിയെടുത്ത് അവിടെ നിന്ന് വേലിക്കമ്പ് എഴുതി അടിച്ചു തിരിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സിനിമയുടെ ഓരോ കാര്യങ്ങളാണല്ലോ, ഓരോ കഥകളാണല്ലോ. അപ്പൊ അവിടെ നിന്ന് നമ്മള് സിനിമ എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് വന്ന് അറിയപ്പെടുന്ന ഇതൊക്കെ. എന്നിട്ടും പുള്ളി ഇതുവരെ എന്റെ ഒരു സിനിമ കണ്ടിട്ടില്ല. അഭിപ്രായം പറയില്ല, അത് വേറെ കഥയാണ്, അത് വേറൊരു എപ്പിസോഡാണ്. അതെ, അത് വേറെ എപ്പിസോഡാണ്, ഇതിൽ തീരത്തില്ല. അല്ല, വീട്ടില് എങ്ങനെ സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ 17 വയസ്സിൽ വീട് വിട്ടിറങ്ങിയ ആളാണ്. അതെ അതെ, 17 +2 കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരുവനന്തപുരത്ത്. അങ്ങനെയാണ് അന്ന് കാണുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പൊ ഇവരിലെ പലരുടെയും വിചാരം അന്നത്തെ 17-കാരനാണ് വൈപ്പിഴം എന്നാണ്. അന്ന് നമുക്കൊരു എക്സ്പോഷറും ഇല്ലല്ലോ. ഒരു കൂപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ തിരുവനന്തപുരം സിറ്റിയിൽ വരുന്ന തന്നെ ആദ്യമായിട്ടാണ്. അവിടെ നിന്ന് ഡിഗ്രി +2 കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അവിടെ ഈ IFFKയിൽ സിനിമ കണ്ടിട്ടാണ് ഞാൻ സിനിമ പഠിച്ചത്. ഇങ്ങനൊരു സിനിമ, വേൾഡ് സിനിമ ഉണ്ടെന്ന് പോലും കാണുന്ന റിട്ടേൺ എന്ന് പറയുന്ന പടം IFFKയിൽ ഒരു ആൾക്കൂട്ടം കണ്ടിട്ട് അവിടെ പോയിട്ട് തള്ളിക്കേറി. അതും മറ്റേ ഇതൊന്നും ഇല്ലാതെ മറ്റേ ടാഗ് മാത്രം സംഘടിപ്പിച്ച് അതെ, അത് മാത്രം വെച്ച് കണ്ടാണ് നമ്മൾ സിനിമ കണ്ടു പഠിച്ചത്. സിനിമയ്ക്ക് വേറൊരു ലാംഗ്വേജ് ഉണ്ടെന്നും ഒക്കെ നമ്മൾ പഠിക്കുന്നത് അങ്ങനത്തെ ഫെസ്റ്റിവൽസും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. ആ വീട് വിട്ടിറങ്ങിയത് പിന്നീട് എപ്പോഴെങ്കിലും ദുഃഖമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല.
പിന്നെ ഞാൻ ഒരു 23-24 വയസ്സിലാണ് ഞാൻ തിരിച്ചു റിട്ടേൺ പോകുന്നു. പോകുന്നതും. ഞാൻ താമസിക്കുന്ന വീട്ടിൽ പിന്നെ ഒരാഴ്ച താമസിക്കും. 17 വയസ്സിൽ വീട് വിട്ടിറങ്ങിയിട്ട് പിന്നെ 17 കൊല്ലത്തിന് ശേഷമാണ്, കോവിഡ് കഴിഞ്ഞിട്ടാണ്, ആ സമയത്താണ് ഒരാഴ്ച താമസിക്കുന്നത്. അതൊക്കെ ലൈഫ് ഒരു രസമുള്ളൊരു അതൊരു സിനിമ ആക്കണം. ആക്കേണ്ട സിനിമയാണ് യാത്ര. അല്ലെങ്കിൽ ഒരു പുസ്തകങ്ങൾ ഇറക്കേണ്ടതാണ്. അതെ. പിന്നെ ഇപ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്, നോക്കുമ്പോൾ ഈ സിനിമയൊക്കെ ബിരിയാണി കുറെ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇപ്പം ഇത് കുറെ സ്ഥലങ്ങളിൽ പോകുന്നു. ഇപ്പൊ 5-ാം തീയതി റഷ്യയിൽ പോകുന്നു. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നോക്കുമ്പോ പല രാജ്യങ്ങളും യൂറോപ്പിലും ഒക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. ഇവിടെ മാത്രം വരുന്നില്ല എന്ന് മാത്രമല്ല, ബാക്കി ഫില്ല് ചെയ്യുന്നില്ല. ഞാൻ പ്രഷർ ഫില്ല് ചെയ്തോ? അതെ, ഞാൻ ഫില്ല് ചെയ്ത് പ്രഷർ ഫില്ല് ചെയ്തു. അതെ, അത് സർട്ടിഫിക്കറ്റ് വേറെ ആണ്. ശരിയല്ലോ? അപ്പോ ഇല്ല, സർട്ടിഫിക്കറ്റിന്റെ അല്ല, അത് വേറെ. അത് ഈ പറയുന്ന പോലെ. പക്ഷെ വേറെ കേട്ടോ, അപ്പൂനാണ് ഏറ്റവും കൂടുതൽ ചരിത്രം അറിയാവുന്ന ഏറ്റവും മിത്രമായിട്ട് ഞാൻ കണ്ടേക്കുന്നത്. ആത്മാർത്ഥമായിട്ട് തുറന്നു പറയുന്നത് എനിക്ക് നിങ്ങളുടെ ഇരിപ്പിൽ നിന്ന് ഞാൻ മനസ്സിലായത്. അത് എനിക്ക് നിങ്ങൾ ഒരുമിച്ച് കാണുന്ന പ്രശ്നം. അത് എനിക്ക് തോന്നുന്നു, എനിക്ക് ആ ഒരു സ്പേസ് ഉണ്ട്. അതായത് ചേട്ടൻ ഇങ്ങോട്ടാണെങ്കിലും എനിക്ക് അങ്ങോട്ടാണെങ്കിലും എന്താണെങ്കിലും ബേസിക്കലി ഒരു എഡിറ്റർ ഡയറക്ടർ എന്നുള്ള ഇക്വേഷനിൽ എന്തായാലും അങ്ങനെ ഒരു സാധനം വേണം. അല്ലാതെ നമ്മൾ ഫ്രണ്ട്സ് എന്നുള്ള നിലയിൽ നമുക്ക് ആ ഒരു സാധനം ഉണ്ട്. അപ്പം ഇങ്ങനെ പറയാം, ഓ അപ്പോൾ ഈ അത് ബോറല്ലേ, അങ്ങനെ പറയണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. എനിക്കാണെങ്കിലും ചേട്ടാ അത് നല്ല അലമ്പാണെന്ന് എനിക്കും തിരിച്ചു പറയാൻ പറ്റും. അപ്പം ആ ഒരു ഇക്വേഷൻ ഉറപ്പായിട്ടും ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ ആ സെൽഫ് ട്രോൾ മെന്റാലിറ്റി നല്ലോണം ഉണ്ട്. അല്ല, ജീവിതയാത്രയും കുറച്ചറിയാവുന്ന ആളാണ്. എനിക്ക് ഉറപ്പായിട്ടും. കാരണം നമ്മൾ അതായത് ചേട്ടൻ്റെ കൂടെ ഞാൻ ഒഫീഷ്യലായിട്ട് പടം എഡിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ബിരിയാണി ആണെങ്കിലും അൺഒഫീഷ്യലായിട്ട് ഞാൻ അതിൻ്റെ മുന്നേ തൊട്ടേ, അതായത് ചേട്ടൻ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ തൊട്ടേ അൺഒഫീഷ്യലായിട്ട് ഞാൻ പാട്ടാണ്. കാരണം ഭയങ്കര കോയിൻസിഡൻ്റലി ആണ് ഞങ്ങൾ. കാരണം ചേട്ടൻ്റെ സിനിമ ഞാൻ ആദ്യം കാണുമ്പോഴേ എനിക്ക് ആ സിനിമയുടെ കഥ അറിയാം ആക്ച്വലി. അപ്പോൾ ഞാൻ വിചാരിക്കും ചേട്ടൻ ഇത് ഏതോ ജാപ്പനീസ് പടത്തിൽ നിന്ന് ചൂണ്ടിയതായിരിക്കും തോന്നുന്നു, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ പിന്നീട് എത്രയോ മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി തിരിച്ചറിയുന്നത് ചേട്ടൻ്റെ കൂടെ അന്ന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നൊരു പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരന് മലയാളം അറിയത്തില്ലായിരുന്നു. അപ്പം ആ പുള്ളിക്കാരന് വേണ്ടി ഈ ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ട് ഇത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അപ്പം എനിക്ക് അറിയത്തില്ല, കാരണം തീരെ ഒരു തരത്തിലുള്ള കണക്ഷനും ഇല്ല. അങ്ങനെ എനിക്ക് അറിയുന്നതായിരുന്നു ആ കഥ. അതായിരുന്നു ഞാൻ സിനിമ കണ്ടോണ്ടിരുന്നത്. സിനിമ കഴിഞ്ഞിട്ടാ പുള്ളി കാണുന്നത്. കണ്ടപ്പോഴാണ് ഇത് ജാപ്പനീസ് വല്ല ചൂണ്ടിയതാണോ എനിക്കറിയാമല്ലോ. അനാവശ്യം പറയുന്നത്, ഇനി ജാപ്പനീസ് ഞാൻ അറിയുന്നുണ്ട്, വേറെ ചൂണ്ടിയോ അത് ജാപ്പനീസ് എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ചാണോ? പിന്നെയാണ് മനസ്സിലായില്ല. എത്രയോ കഴിഞ്ഞാണ് നമ്മളത് തിരിച്ചറിയുന്നത്. ആക്ച്വലി ഈ കഥ ഇൻഡയറക്ട്ലി ഞാൻ വായിച്ചതാണ് ചേട്ടൻ്റെ സ്ക്രിപ്റ്റ്. എനിക്ക് തോന്നുന്നത് ചേട്ടൻ്റെ ഡയറക്ഷൻ ടീമും അങ്ങനെ കുറച്ചു പേര് മാത്രം വായിച്ചിട്ടുള്ള സ്ക്രിപ്റ്റുമാണ് അത് ഞാൻ ഏതോ ഒരു കണക്ഷനും ഇല്ലാത്ത ഒരാളായിട്ട് ഞാനത് വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തോ എന്താണ് ഈ പറയുന്ന പോലെ വി വർ ബൗണ്ട് ടു മീറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ആ ഒരു രീതിയിൽ നമുക്ക് എത്രത്തോളം ക്രിട്ടിക്കൽ ആവണമെങ്കിലും അത്രയും ആവാം, എത്രത്തോളം ഓപ്പൺ ആവണമെങ്കിൽ ആവാന്നുള്ളൊരു സ്പേസ്. പക്ഷെ അപ്പുവിന്റെ സംസാരം വെച്ച് നോക്കിയാൽ സജിനുമായിട്ടുള്ളൊരു എന്താണ് ഒരു ആത്മസുഹൃത്ത് അല്ലെങ്കിൽ ആത്മമിത്രം അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠൻ, അതിൽ നിന്നാണ് അപ്പുവിന്റെ സംസാരം വരെ ഒന്ന് വളർന്നു വന്നെന്ന് എനിക്ക് തോന്നിയിരിക്കും. സത്യമാണെങ്കിൽ പറയോ? എനിക്ക് അത്രയും ഇതിനെ അനലൈസ് ചെയ്യാൻ അറിഞ്ഞൂടാ. അങ്ങനെ വിചാരിക്കുന്നത് തെറ്റില്ലായിരിക്കും. അപ്പനെ കാണുന്ന പോലെയല്ലോ ഇവിടെ ഇരിക്കുമ്പോൾ സംസാരത്തിന്റെ ഒരു കാര്യം വെച്ചാൽ എനിക്ക് മനസ്സിലായത്. നിങ്ങൾ തമ്മിലുള്ള സംസാര രീതികളായിരിക്കാം അപ്പുവിന് ഇത്രയും സംസാര രീതിയിലേക്ക് വളർത്തിയത്. ഒരു സൈലന്റ് ആയിരുന്നു അപ്പു. ചെറിയ ഇൻട്രോവേർട്ടിഷ് ആവാം, പക്ഷെ എനിക്ക് തോന്നുന്നു അത് ചില ഗ്രൂപ്പിലും ചില ഇക്വേഷൻസിലും എനിക്ക് തോന്നുന്നു സംസാരിക്കുമായിരിക്കും. അങ്ങനെയാണല്ലോ. അപ്പന് അപ്പന്റെ എഡിറ്റർ ആവുന്നതിന് മുമ്പേ എനിക്കറിയാം. തീരെ അറിയാം, എനിക്കറിയാം. ഞാൻ കാവൽ സാറിനോടുള്ളപ്പോൾ അച്ഛനെ കാണാൻ പോവുകയും പല കാര്യങ്ങൾക്ക് പോകുമ്പോൾ അപ്പനറിയാം. അപ്പോ ഇന്നപ്പോ ഒന്നും പറയുന്നില്ല. അന്ന് അപ്പന് ഭയങ്കര അഭിപ്രായമുള്ള ആളാണ്. സിനിമയെ കണ്ട അപ്പോ അഭിപ്രായം പറഞ്ഞ് ഇപ്പൊ ഇത് കുറച്ച് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ അത്രയധികം ഞാൻ തിരിച്ചെടുത്ത് അപ്പന്റെ ഇതില്ലല്ലോ. ഇപ്പൊ നമ്മള് മൊബൈലും
ഫ്രണ്ട് വെച്ചിട്ട് നമ്മൾ ഇത് വിമർശനം അല്ലെങ്കിൽ നമ്മൾ റിവ്യൂ പറഞ്ഞില്ലല്ലേ, അപ്പനാണ് നമ്മൾ റിവ്യൂവിന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ആ സിനിമ ചേട്ടാ അല്ല അത് വലിയ വലിയ ഇപ്പൊ ജയരാജ് സാറൊക്കെ വന്നിട്ട് അപ്പൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുമായിരുന്നല്ലോ പണ്ട്. സാറുമായിട്ട് അപ്പൊ ഡയറക്ഷൻ ഞാൻ നിഴൽ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചാക്കോച്ചന്റെ അല്ലേ? Yes, എനിക്ക് കൊച്ചിനും നയൻതാരയും ഒക്കെ വലിയ സിനിമയല്ല ചെയ്തത്. പിന്നെ ഡയറക്ഷൻ വേണ്ടെന്ന് വെക്കുവാണോ? വേണ്ടെന്ന് വെച്ചില്ല. ഇതേപോലെ ചേട്ടൻ ഈ പറയുന്ന പോലെ മറ്റേ 14 ദിവസം മറ്റേ ഗ്യാപ്പ് ഇടാതെ പടം എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് എഴുത്ത് തീർക്കാൻ പറ്റുന്നില്ല. എഴുത്ത് പരിപാടികൾ നടക്കുന്നുണ്ട്. ചിലത് ഈ പറയുന്ന പോലെ ഇപ്പം ചേട്ടനാണെങ്കിൽ ഈ പറയുന്ന പോലെ ചില റോഡ് ബ്ലോക്സ് നമുക്ക് വരുമല്ലോ, നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യാത്ത. നമ്മളിപ്പോ ഒരു പരിപാടി വർക്ക് ചെയ്ത് നമ്മൾ അങ്ങനെ എത്തുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പടത്തിൽ അത്തരത്തിലുള്ളൊരു ചെറിയൊരു എലമെന്റ് ആയിരിക്കും. നമ്മുടെ പടമായിട്ട് വേറെ ഒരു കണക്ഷനും ഇല്ല. ഒരൊറ്റ എലമെന്റ് ഇതാവുമ്പോഴത്തേക്കും നമുക്കൊരു ഡിസാർട്ടൻഡ് ആയി പോകും. ചിലപ്പോൾ നമുക്ക് അത് വേണ്ട, നമുക്ക് വേറൊരു സാധനം പിടിക്കുക എന്നുള്ള പോലെ. അപ്പം അങ്ങനെയൊക്കെ ചിലപ്പം ചില റോഡ് ബ്ലോക്സ് വന്നതുകൊണ്ട് ചെറിയൊരു ഡീലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്കൊരു ആന്തോളജിയിൽ ഒരു സെഗ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേസിലിനെ വെച്ച്. അതും ഈ പറയുന്ന പോലെ അത് വേറൊരു തരത്തിലുള്ള റോഡ് ബ്ലോക്കിൽ അത് ഇറങ്ങുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇതാ. അപ്പം സമയം വിട്ടിട്ടില്ല, ചെയ്യണം. പരിപാടികൾ കുറെ ഉണ്ട്, കുറച്ച് പദ്ധതികളുണ്ട്. ഇത് കാണുന്ന ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വരികയാണെങ്കിൽ പുള്ളി അവസരം ചോദിച്ചതുപോലെ അതുപോലെ നല്ല സ്ക്രിപ്റ്റുകൾ എന്റെ ഉണ്ട്. ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നതാണ്. എല്ലാം ഇവിടെ റെഡിയാണ്. ഇവരൊക്കെ ബന്ധപ്പെട്ട് എന്നെ ഒന്ന് ബന്ധപ്പെട്ടാൽ എനിക്കിതിനകത്ത് പൂർണ്ണമല്ലോ. ഈ ഇന്റർവ്യൂവിലും എല്ലാം പറ്റും. എനിക്ക് ഭാവമാണല്ലോ. സജിന്റെ യാത്ര നീണ്ട യാത്ര. ആ യാത്രയിൽ സിനിമകൾ ചെയ്തത് വിമർശനത്തിന് ഭാഗമായിട്ടുണ്ട്. ഫെസ്റ്റിവലിൽ പോയിട്ട് നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. അവാർഡ് സിനിമയ്ക്കുന്ന രീതിക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യാത്രയിൽ ഒരു ഇരുത്തം വരുമ്പോൾ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ ആരെങ്കിലും ഒരു പേര് വരാനുണ്ടോ സജിൻ? ഇല്ല, നിരവധി പേര് അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ഇപ്പം ഭയങ്കര സുഹൃത്തുക്കൾ, ഇപ്പോൾ എനിക്കൊക്കെ പേഴ്സണലി പല കാര്യങ്ങളും ഇപ്പം അപ്പുവൊക്കെ ഡെയിലി 1 മണിക്കൂർ സംസാരിക്കുക. അതുപോലെ മാറി മാറി പല സുഹൃത്തുക്കളുണ്ട്. അതിൽ മീഡിയ സുഹൃത്തുക്കളുണ്ട്, സിനിമാ സുഹൃത്തുക്കളുണ്ട്, സംഘടനകളുണ്ട്, സിനിമാ സംഘടനകളുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ലൈഫിലൊക്കെ എല്ലാ സമയത്തും എല്ലാവരും ഒക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളല്ലെങ്കിൽ വേറൊരാൾ വന്ന് നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യും. കാര്യം നമ്മളാരെയും പറ്റിക്കാനോ ഇത് ചെയ്യാനോ ചില സാഹചര്യങ്ങൾ പല കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് നമ്മളെ നന്നായിട്ട് അറിയാം നമ്മളെങ്ങനത്തെ ഒരാളാണെന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് എല്ലാവരും കിട്ടും. മറ്റുള്ളവരെന്ത് പറഞ്ഞാലും ഞാനത് ബോധർ ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവരും നമ്മൾ അറിയുന്നവരും നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ. ചതിക്കപ്പെട്ടിട്ടുണ്ട് പല സാഹചര്യം. ലോകം അങ്ങനെയല്ലേ, നമ്മൾ പലതരത്തിലുള്ള മനുഷ്യരും പലതരത്തിലുള്ള ആൾക്കാരും പലതരത്തിലുള്ള എക്സ്പീരിയൻസുകളും പല അബദ്ധങ്ങളും പല തെറ്റുകളും. ഇതിന്നൊക്കെ ആരും ഇപ്പൊ എല്ലാ കാര്യത്തിലും ഇപ്പൊ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ഇവിടെ ആരും ജനിക്കുന്നില്ല. എല്ലാവരും ഓരോ എക്സ്പീരിയൻസിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ഒക്കെ തന്നെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ സമയമെടുക്കും എന്നുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ തിരുത്തപ്പെടേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പം ഇപ്പോഴാണെങ്കിൽ അസമയം വരെ അയാൾ ശശി എടുക്കത്തില്ല. അത് ആ പ്രായത്തിൽ ഞാനത് എടുത്തു. അതായിരുന്നു നമ്മുടെ ഇത്. ഇപ്പം ബിരിയാണി എടുത്തു, ഇപ്പം ഈ പടം എടുക്കുന്നു, അടുത്ത പടം ഇങ്ങനെയല്ല. അപ്പം അത് കാലത്തിനനുസരിച്ച് മനുഷ്യർക്ക് മാറ്റം ഉണ്ടാവുമല്ലോ. ബിരിയാണിയിൽ ഒത്തിരി വിമർശനങ്ങൾ വാങ്ങി. അത് പിന്നീട് എനിക്കിത് വേണ്ടായിരുന്നു, അല്ല ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, അല്ല ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു സമയത്ത് അടച്ചിട്ട റൂമിൽ എന്തെങ്കിലും ചിന്തിക്കേണ്ടായി വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല. ഇതുവരെ അത് വന്നിട്ടില്ല. ചിലപ്പോൾ ഇനി ഭാവിയിൽ വരുമായിരിക്കും, എനിക്കറിയത്തില്ല. വരുമോ ഇല്ലേന്ന് അറിയത്തില്ല. പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് ഇല്ല. കാര്യം ഞാൻ എടുത്ത ഒരു സിനിമ അങ്ങനെ വന്നിട്ടില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ആ സിനിമയെ സമീപിച്ചത്. സിനിമ എന്നുള്ള നിലയിൽ മാത്രമാണ്, അല്ലാതെ ഒരാളെ അറ്റാക്ക് ചെയ്യാനോ ഒരു മതത്തെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നുമല്ല. നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിലാക്കൽ, ആ മനസ്സിലാക്കൽ ചിലപ്പോൾ ഒരു പക്ഷേ വേറൊരാൾക്കൊരു മോശമായിട്ട് തോന്നിയിട്ടുണ്ടാവാം. അതും അവരെയും കുറ്റം പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നത്. ഇവിടെ ഒന്നും ശരിയും ഇല്ല, ഒന്നും തെറ്റുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ ശരി വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ തെറ്റാണ്, അവിടുത്തെ തെറ്റ് ഇവിടെ ശരിയാണ്. അത് ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളിൽ വ്യത്യാസമുണ്ടല്ലോ. നമ്മുടെയൊക്കെ യാത്രകളിൽ നിന്നുള്ള എക്സ്പീരിയൻസും അങ്ങനെയല്ലേ. അപ്പോൾ ഇതാണ് ശരിയെന്ന് വിശ്വസിച്ചിട്ട് ഞാൻ ആ രാജ്യത്ത് പോയിട്ട് അത് ചെയ്യുമ്പോൾ അവിടെ അത് തെറ്റാണ്. അപ്പോൾ ഇതങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒരു പ്രോസെക്ഷൻ ആണല്ലോ ഒരു സിനിമയും ആർട്ടും. നമുക്കുള്ള ഒരു ഏറ്റവും വലിയ ബലം ആർട്ട് തന്നെയാണ്.
ഇപ്പം നമ്മുടെ ഈ സിനിമയിലെ ഈ തിയേറ്റർ എന്ന സിനിമയിലാണെങ്കിലും നമ്മൾ പറഞ്ഞു വെക്കുന്നതിൽ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ, അന്ധവിശ്വാസത്തിനൊപ്പം മെഡിക്കൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് രണ്ട് റൂട്ടിലേക്ക് പോകുന്നത്. അതൊക്കെ പറയുമ്പോൾ പല രീതിക്കും ചർച്ചകൾ ഉണ്ടാകാം. വഴിയുള്ള സബ്ജക്റ്റ് തന്നെയാണ് ഇത്, ഒരു മാറ്റമില്ല. അത് മെഡിക്കലോ ആയാലും അന്ധവിശ്വാസമാണെങ്കിലും കോർത്തിണക്കി പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. അത്തരം കഥകൾ പറയാൻ ഇൻട്രസ്റ്റ് കൂടുതലാണോ? നമ്മളൊരു യൂഷ്വൽ കഥ പറയുന്നതിനേക്കാളും പക്ഷെ റിലേറ്റ് ചെയ്യണമല്ലോ. ഇപ്പൊ ഈ സിനിമ ഇപ്പം കാണുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഗ്രാമങ്ങളിലും ആ സിനിമയിലെ കഥാപാത്രങ്ങളെ പോലുള്ളവർക്ക് ചിലപ്പം കിട്ടില്ലായിരിക്കും. ബാക്കി എല്ലാവർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ലേ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ലേ. അപ്പൊ അത്തരം അതുകൊണ്ടാണ് മതി. ഇതൊന്നും പുതിയതായിട്ടൊന്നുമില്ല, പഴയത് തന്നെ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം തന്നെയാണ്, നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ഒരു ആർട്ടിൽ നമ്മൾ അതിൻ്റെ ഒരു ക്രാഫ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു ഇതും പിന്നെ പെർഫോമൻസും സിനിമാറ്റിക് എല്ലാം കൂടെ വരുമ്പോഴാണ് അത് പുതിയതാവുന്നത്. പുതിയതൊന്നും അപ്പോൾ അതുപോലെ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് കുറേ കൂടെ ആൾക്കാരിൽ എത്തുന്ന സിനിമകൾ ചെയ്യണമെന്നാണ് ഇപ്പം കൂടുതൽ. കുറച്ചുകൂടി ഒരു കമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇപ്പം അടുത്ത നമ്മുടെ സ്ക്രിപ്റ്റുകളൊക്കെ എനിക്കൊന്ന് അപ്പൂനും ഒക്കെ അറിയാം, നമ്മൾ പലതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ആ ഒരു പാറ്റേൺ ഓഫ് സിനിമയാണ്. പുതിയതായിരിക്കണമെന്നുണ്ട് ചെയ്യുന്ന കാര്യം. പിന്നെ നമ്പർ ചെയ്തിട്ട് കാര്യമില്ല എന്നും നമ്മളെപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. ഒരു 3 കൊല്ലം കഴിഞ്ഞാലും ഒരു സിനിമ ചെയ്താൽ മതി, പക്ഷെ ചെയ്യുന്ന സിനിമ കുറച്ച് ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്യണം. ആ ഒരു ആഗ്രഹമാണ് നല്ലത്. എപ്പോഴും അതല്ല, ആരി സിനിമ ചെയ്തിട്ട് കാര്യമില്ല, ചുമ്മാ കയറി സിനിമയിൽ അഭിനയിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞതുപോലെ ആ സിനിമയിൽ ഒന്ന് ഇറങ്ങുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പൊ വന്ന വഴിക്ക് ആ ബഷീറിന്റെ കൂടെ ബൈക്കിരിക്കുന്ന സീനാണ് ആളുകൾ ചോദിച്ചെങ്കിൽ, അങ്ങോട്ട് നോക്കടാന്ന് ചോദിച്ചെങ്കിൽ ആ സിനിമ അത്രമാത്രം ആളുകൾ ഏറ്റെടുത്തോണ്ടാണ്. ബഷീർ എന്ന് വെച്ചാൽ കഥാപാത്രമാട്ടെ ഞാൻ പറഞ്ഞു, സുഹാന്റെ കഥാപാത്രമാണ്. അതാണ് ഇപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ഞാനിപ്പോൾ ഈ പറഞ്ഞല്ലോ, ഓണത്തിന് ശേഷം നമ്മൾ ഇതുവരെ വന്ന ഫ്ലാസ്ക് വരെയുള്ള സിനിമകളുടെ ക്യാരക്ടേഴ്സിനെ എല്ലാവരും കണ്ടവരെല്ലാവരും നമ്മളെ നന്നായി ഓർക്കുന്നു. അതിനെക്കുറിച്ച് വിശദമായി കാണുമ്പോൾ സ്നേഹമുള്ളവരും അടുപ്പക്കാരാണെങ്കിൽ കുറച്ച് കൂടുതൽ സംസാരിക്കുന്നു. അതൊരു വലിയ കാര്യമാണ്. നമ്മൾ കൂടുതൽ പഠിക്കുന്നു എന്നുള്ളതാണ്. പഠിച്ച് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടമാകുന്ന തരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, അത് തന്നെയാണ് വേണ്ടത്. അപ്പം സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഈ സിനിമ ഈ പറഞ്ഞതുപോലെ അവാർഡ് സിനിമയല്ല, അവാർഡുകൾ കിട്ടുന്നു, അവാർഡുകൾ തേടി വരുന്നു. നമ്മൾ അവാർഡിന് വേണ്ടി എടുക്കുന്ന സിനിമയല്ല, തേടി വരുന്നു. ഇപ്പോൾ റഷ്യയിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാ രാജ്യത്തിലും ഇറങ്ങി നമ്മുടെ കൊച്ചു കേരളത്തിൽ 17-ാം തീയതി റിലീസാണ്. 16-ാം തീയതി അല്ലേ, സോറി 16-ാം തീയതി റിലീസാണ്. ഞാൻ ഈ സിനിമ കണ്ടതുകൊണ്ടാണ് പറയണം, സിനിമ കാണേണ്ട സിനിമയാണ്. നമുക്ക് നമ്മുടെ അയൽവക്കത്ത് ആരൊക്കെ ഉള്ള പോലെ, നമ്മുടെ വീട്ടിനടുത്തൊക്കെ ആരൊക്കെ ഉള്ള പോലെയൊക്കെ ഫീൽ ചെയ്ത് നമുക്ക് പോവാം. നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു മെമ്പറെ കാണാം, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിനെ കാണാം, നമ്മുടെ വീട്ടിൽ നിന്നും അന്വേഷിച്ച് വരുന്ന കുറച്ച് ചേട്ടന്മാരെ കാണാം, അല്ലേ, പലചരക്കടക്കാരനെ കാണാം. അതെ, പലചരക്കട കാണാം, നല്ല സ്നേഹമുള്ള ഒരു അമ്മയെ കാണാം, കഥ പറയുന്ന മുത്തശ്ശിയെ കാണാം, കഥ കേൾക്കുന്ന കുട്ടിയെ കാണാം. ഇതിപ്പോഴൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും ഡീപ്പായിട്ട് കണ്ടിട്ടുണ്ട്. ഉറപ്പല്ലേ? അല്ല, ഏറ്റവും കൂടുതൽ സന്തോഷം അതാണ്. പലപ്പോഴും നിങ്ങൾ ഈ പടം കണ്ടിട്ട് നമ്മൾ സംസാരിക്കണം. എനിക്ക് അതിലൊരു പ്രകൃതിയെ കാണാം, അല്ലേ? പ്രകൃതിയെ കാണാമല്ലോ ഈ സിനിമയിൽ. എന്നെ പോലെ വ്ലോഗ് ചെയ്യുന്ന ഒരാളെ കാണാം, കുറെ ആളുകളെ കാണാം, വിമർശിക്കുന്ന ആളുകളെ കാണാം, നല്ലത് പറയുന്ന ആളുകളെ കാണാം. ഇതിൽ കൂടുതൽ എന്താ ഞാൻ പറയണ്ടേ? ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇതോ നമ്മുടെ ഫസ്റ്റ് സിനിമ അൻറ്റു ദ ഡസ്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വീണ്ടും ഒരു 3 എപ്പിസോഡ് ചെയ്യാനുള്ള സാധനമാണ്. കാര്യം അതില് നമ്മുടെ ക്രൂ ഒക്കെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് തന്നെ നമ്മൾ അടുത്ത മറ്റേ വിഷുവിന് ഏതോ ഒരു വലിയ കാശുകാരൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഫുൾ ക്രൂ ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് ഇഡ്ഡലി 100 രൂപ എല്ലാവർക്കും മറ്റേ വിഷു കണി മേടിച്ചിട്ട് അങ്ങനെ സിനിമ ചെയ്തിട്ടുള്ള ആൾക്കാർ അമ്പലത്തിൽ ഇറങ്ങിയിട്ട് വണ്ടി കൊണ്ട് ഇറങ്ങിയിട്ട് അമ്പലത്തിൽ കയറുക, ആംബുലൻസിൽ കയറി പോവുക. അങ്ങനെ സിനിമ. ഈ പടത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് രാജേഷ് മാധവൻ. ആദ്യത്തെ പടത്തിന്റെ അതെ. രാജേഷ് വിളിക്കുന്ന തിരുവനന്തപുരത്ത് നമ്മൾ ട്രെയിനിൽ വന്നിറങ്ങും ഫുൾ ക്രൂ. രാജേഷ് മരുതൻകുഴിയിലാണ് താമസിക്കുന്ന വീടെന്ന് പറയുന്ന ആ വീട് ഓർമ്മയില്ലേ? അപ്പം അതിനകത്ത് എല്ലാവരും കിടക്കുന്നത്. ഞാൻ താമസിക്കുന്ന ഒരു പഴയ വീടാണ്. അപ്പം എല്ലാ ക്രൂവും ഹോളിലേക്ക് ഒരു 20-15 പേരൊക്കെ കിടക്കും, മറ്റു കിച്ചണിൽ കിടക്കും. ഒരു ദിവസം ഞാൻ രാത്രി എല്ലാം എന്തോ സെറ്റപ്പൊക്കെ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ പിന്നെ അടുത്ത ദിവസം ഒരു ശവപ്പെട്ടിയൊക്കെ വെച്ചിട്ടുള്ളൊരു സീനാണ്. അതിൻ്റെ ശവപ്പെട്ടിയൊക്കെ മേടിച്ചൊക്കെ ഒപ്പിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. തിരിച്ച് ഞാൻ ഇവിടെ വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ എല്ലാവരും ഉറങ്ങി. എനിക്കൊരു ഇഞ്ച് സ്ഥലമല്ലേ കിടക്കാൻ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വേറെ ഒരു നിവൃത്തിയില്ല, ശവപ്പെട്ടി എടുത്ത് വെച്ച് കിടന്നിട്ട് അതിൻ്റെ
വല്ലാത്ത യാത്രയായിരുന്നു ഈ സിനിമ, നിങ്ങളുടെ യാത്ര. രാജേഷിന്റെ അടുത്ത് വെച്ചറിയാം, രാജേഷ് വിളിക്കുന്ന ഓട്ടോയ്ക്ക് 80 രൂപയും തിരുവനന്തപുരംകാരായോണ്ട് പറ്റിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കുന്ന ഓട്ടോയ്ക്ക് 50 രൂപ. അയ്യോ, അന്ന് രാജ്മാധൻ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അതെ, രാജേഷിന്റെ ആദ്യത്തെ പടമായിരുന്നു. അതെ അതെ, അതെ, നമ്മുടെയും ഒക്കെ എക്സ്പീരിയൻസ് ഫസ്റ്റ് പടമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മാറ്റം. അതെ അതെ, ഒരു മാറ്റം. അതിന്റെ DOP അതിൽ വർക്ക് ചെയ്ത എല്ലാവരും വലിയ ആൾക്കാരായി മാറി. ഇപ്പൊ കാർത്തിക് മുത്തുമാറൊക്കെ വലിയ വലിയ പടങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ആയിട്ട് സൗഹൃദം ഉണ്ടോ? പിന്നെ ഇപ്പൊ രാജേഷിനെ കണ്ടിട്ട് കുറച്ച് പുള്ളി വലിയ ആക്ടറൊക്കെ ആയി, കുറച്ച് കാലമായി. സൗഹൃദം ഇല്ലേ? സൗഹൃദമുണ്ട്, കാണുമ്പോ കാർത്തിക്കും ബാക്കി എല്ലാവരുമായിട്ടൊക്കെ ഭയങ്കര അടുപ്പമാണ്. ഈ പറഞ്ഞു വരുമ്പോൾ രാജേഷായിട്ട് സൗഹൃദം ഇല്ലാന്ന് പറഞ്ഞു വന്നേണ്ട്. അല്ല, സൗഹൃദമുണ്ട്, ഉറപ്പായിട്ടുണ്ട്. പിന്നെ രാജേഷിന്റെ അടുത്ത് അന്ന് ഞാൻ കാണിച്ച ചില കാര്യങ്ങൾ ഒന്നുമില്ല ഇതില്, അതും കൂടെ പറഞ്ഞേക്കാം. ഇത്രയല്ലേ? ഇതിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത് ചെമ്പ്ര പീക്കിലാണ്. ഏതിന്റെ? ആദ്യത്തെ പടത്തിന്റെ. അപ്പം നമ്മൾ മേപ്പാടിയിൽ പോകുന്നു. മേപ്പാടിയിൽ താഴെ ഒരു സ്ഥലം വാടകയ്ക്ക് എടുക്കുന്നു. അന്ന് 2 ഷെഡ് ഇതുമായിട്ടുള്ള സ്ഥലമാണ്. എല്ലാ ടീമും അവിടെ കിടക്കുന്നു. രാവിലെ 3 മണിക്ക് എഴുന്നേക്കുന്നു. 3:30 ആകുമ്പം കുളിച്ച് റെഡിയായി 4 മണിക്ക് കയറാൻ തുടങ്ങുന്നു. അങ്ങ് ചെമ്പ്ര പീക്കിലെത്തണം. 3-4 മണിക്കൂർ ഈ ഫുൾ ടീമുമായിട്ട് ട്രക്ക് ചെയ്ത് അവിടെ എത്തണം. ഒരു ദിവസം ഒരു ബ്ലഡൊക്കെ ഉള്ളൊരു സീനായിരുന്നു. തലേദിവസം രാത്രി ഞാൻ രാജേഷ് മാധവൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ ബ്ലഡൊക്കെ എടുത്ത് വെക്കണം, കറക്റ്റായിട്ട് ചെയ്യണം, നമുക്ക് അവിടെ എത്തിയിട്ട് ഇത് ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു. പുള്ളി എല്ലാം ഏറ്റു. മോളിൽ പോയി രാവിലെ എല്ലാവരും കയറുകയാണ്. ഫുൾ അവിടെ ചെന്ന് ഈ ഷൂട്ട് ചെയ്ത സമയമായിട്ട് ബ്ലഡ് വയ്ക്കുന്നു, ബ്ലഡില്ല. രാജേഷ് മാധവൻ മറന്നു എടുക്കാൻ. ഇത്രയും പേരെയും കൊണ്ട് ഈ കുന്നുമലയും കയറിയിട്ട് ഈ ബ്ലഡില്ലെന്ന് പറഞ്ഞു. പിന്നെ പായിത്തോന്നെയൊക്കെ വിളിച്ച് പറയേണ്ടി വന്നു എന്നിട്ട് പുള്ളി ഞാൻ ഇപ്പൊ പോയി എടുത്തിട്ട് വരാന്ന് പറഞ്ഞോണ്ട് പുള്ളി താഴെ പോയി. താഴെ പോകണമെങ്കിൽ തന്നെ 3 മണിക്കൂർ വേണം, തിരിച്ചു കയറണമെങ്കിൽ എത്ര സമയം. പുള്ളി എന്നിട്ട് അവസാനം വരുന്നൊരു ഇമേജ് ഉണ്ട്, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ബ്ലഡും എടുത്തോണ്ട്. അതിന് ബന്ധം പുള്ളിയുടെ ബ്ലഡ് തന്നാ മതിയായിരുന്നു. അതിനുള്ള പറഞ്ഞത് എന്റെ ബ്ലഡ് എടുത്തോന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ അതൊക്കെ ചിലപ്പോ രാജേഷിന് ഓർമ്മ ഉണ്ടാവും. ചിലപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ കണക്ട് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ രാജേഷിന് ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് ഇട്ടേക്കല്ലേ? സൗഹൃദത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെയാണ്, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? അല്ല, നിങ്ങളുടെയൊക്കെ ഒരു യാത്ര അങ്ങനെയല്ലേ? ഇങ്ങനെ സിനിമ ചെയ്തോളം ഒത്തിരി പേരുണ്ട്, ഇല്ലാന്ന് പറഞ്ഞ കഷ്ടപ്പാടുള്ള സിനിമ ചെയ്തോ ഒത്തിരി പേരുണ്ട്. പിന്നെ നമുക്ക് അത് എൻജോയ് അല്ലേ? പിന്നെ കഷ്ടപ്പാടെന്ന് പറഞ്ഞോ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കാല്ലോ, ചിരിച്ചാണ് പറയുന്നത്. അവിടെ നിന്നുള്ള വളർച്ചയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഇനിയും ഒത്തിരി സിനിമകൾ ചെയ്യട്ടെ. ഈ പറയുന്ന പോലെ നല്ല നല്ല സിനിമകളുടെ ഭാവമാകണം. ചെയ്തതൊക്കെ നല്ല സിനിമകൾ, ചിലത് നമുക്ക് വേണ്ടാന്ന് തോന്നിയെന്ന് ഇപ്പൊ പറഞ്ഞു. ആദ്യത്തെ സിനിമ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ചെയ്യില്ലായിരുന്നു, അതാണ് പറഞ്ഞത്. ഈ കാലഘട്ടത്തിലാണ് ചെയ്യില്ല എന്ന് പറഞ്ഞത്. വേണ്ടാന്നല്ല, ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും. അത് ഓരോ സിനിമയും ഓരോ കാലഘട്ടം, ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ ചെയ്യേണ്ട സിനിമയായിരിക്കും ചിലപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തു പോകുന്നത്. അങ്ങനെയും വ്യത്യാസമുണ്ടല്ലോ. പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് ചില സിനിമകൾ പൊട്ടിപ്പോകുന്നത്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് ഇതൊക്കെ 90s ചെയ്യേണ്ട പടം. അങ്ങനെ പറയുന്നത്. അങ്ങനത്തെ സിനിമകൾ പൊട്ടി പോകുന്നുണ്ട്. ഇപ്പോഴാണോ ഈ കഥ പറയേണ്ടത്? ശരിയാണ്, അങ്ങനെ സിനിമ. പക്ഷേ സിനിമയ്ക്ക് നല്ല സമയമാണ് ഇപ്പം. തീർച്ചയായിട്ടും. എൻ്റെ തെളിവ് നമ്മുടെ ലാലേട്ടൻ തന്നെ ഇപ്പൊ കൊണ്ടുവന്നു. മലയാളത്തിന് അഭിമാനമായി, ലോക മലയാളികൾക്ക് അഭിമാനമായി അവാർഡ് വാങ്ങി നമ്മുടെ മുന്നിലേക്ക് വന്ന കാലഘട്ടം. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ സിനിമയ്ക്ക് നല്ല കാലഘട്ടം. എല്ലാ സിനിമകളും ഹിറ്റടിക്കണം, എല്ലാ സിനിമയും വിജയിക്കണം. പിന്നെ പ്രേക്ഷകരുടെ കയ്യിലാണ് സിനിമ ഇരിക്കുന്നത്. ആ പ്രേക്ഷകർ ഈ സിനിമയിൽ നെഞ്ചോട് ചേർക്കുക, കൂടെ ഉണ്ടാവും ഈ യാത്രയിൽ. തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഓക്കെ.